السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم لا علم لنا إلا ما علمتنا، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കിതാബിലെ ഏറ്റവും മഹത്തായ സൂറത്തിനെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി വന്നത്. അഥവാ സൂറത്തു അൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹ അതിന്റെ 9 പേരുകൾ, നാമങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ സൂറത്തുൽ ഫാത്തിഹയുടെ ശ്രേഷ്ഠതയായി ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കൊണ്ട് ആവർത്തിച്ച് പാരായണം ചെയ്യിപ്പിക്കുന്നു എന്നത് മതിയായതാണ്. അതേപോലെ തന്നെയാണ് ഇത് നിസ്കാരത്തിന്റെ അർക്കാനുകളിൽ ഒന്നാണ്. അങ്ങനെ അനേകം ശ്രേഷ്ഠതകളിൽ പെട്ട 2 ശ്രേഷ്ഠതകൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. പിന്നീട് അൽ ഇസ്തിആദ അഥവാ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അഥവാ റജീമായ ശൈത്താനിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അർ-റജീം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് അകറ്റപ്പെട്ടവൻ, ആട്ടി ഓടിക്കപ്പെട്ടവൻ, ശപിക്കപ്പെട്ടവൻ എന്നൊക്കെ അതിന് അർത്ഥം പറയാവുന്നതാണ്. അങ്ങനെയുള്ള പിശാചിൽ നിന്ന് അല്ലാഹുവേ ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. അതിലൊരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. അഥവാ നമ്മുടെ ദീനിന്റെ കാര്യത്തിൽ പിശാച് നമ്മെ ഉപദ്രവിക്കുന്നതിൽ നിന്ന് അല്ലാഹുവേ നീ എന്നെ രക്ഷിക്കണേ എന്നാണ് അതിന്റെ അർത്ഥം. അതുപോലെ ദുനിയാവിന്റെ കാര്യത്തിൽ നിന്ന് പിശാച് വഴിതെറ്റിക്കുന്നതിൽ നിന്ന് അല്ലാഹുവേ ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. അതുപോലെ തന്നെ അല്ലാഹു കൽപ്പിച്ച കാര്യം അല്ലെങ്കിൽ അല്ലാഹു കൽപ്പിച്ച കാര്യങ്ങൾ അത് ചെയ്യുന്നതിൽ നിന്ന് പിശാച് എന്നെ തടയുന്നതിൽ നിന്നും അല്ലാഹുവേ ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. അതേപോലെ തന്നെയാണ് അല്ലാഹു വിലക്കിയത് ചെയ്യാൻ പിശാച് എന്നെ പ്രേരിപ്പിക്കുന്നതിൽ നിന്ന് അല്ലാഹുവേ ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. ഇതെല്ലാം അൽ ഇസ്തിആദ അഥവാ ഈ ഒരു വാക്കിൽ, ഈ ഒരു പ്രാർത്ഥനയിൽ അടങ്ങുന്നതാണ്. ഒരൊറ്റ വാക്കിൽ നമ്മൾ സാധാരണ അർത്ഥം പറയാറുണ്ട്, എന്നാൽ അതൊരു ആശയ സമ്പുഷ്ടമായ പ്രാർത്ഥനയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു. ഏതൊരു നന്മയും അള്ളാഹുവിന്റെ നാമം പറഞ്ഞുകൊണ്ട് ആരംഭിക്കുക എന്നത് പുണ്യകരമായ കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യത്യസ്തങ്ങളായ സന്ദർഭങ്ങൾ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. അതേതാണോ നമ്മൾ ചെയ്യുന്നത് ആ സമയത്ത് അതാണ് അർത്ഥം പറയുക. ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് കുടിച്ചാൽ, ഭക്ഷിച്ചാൽ അവിടെ അർത്ഥം പറയുക അള്ളാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ കുടിക്കുന്നു, അല്ലെങ്കിൽ തിന്നുന്നു, ഭക്ഷിക്കുന്നു, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. എന്താണോ അവിടെ ചെയ്യുന്നത് അതാണ് അവിടെ അർത്ഥം പറയുക. ഒറ്റ വാക്കിൽ അത് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു. എന്താണോ ചെയ്യുന്നത് അത്. അവിടെ നമ്മൾ പറഞ്ഞു ബാ എന്നത് അള്ളാഹുവിനോട് സഹായം തേടുന്ന, അല്ലെങ്കിൽ അള്ളാഹുവിനോട് സഹായം തേടുന്നു എന്നാണ് അതിന്റെ ഉദ്ദേശം. അള്ളാഹുവിന്റെ നാമം കൊണ്ട് എന്നാണ് നമ്മൾ അർത്ഥം പറയാറുള്ളത്. യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ഒരു നാമമല്ല, പിന്നെയോ അള്ളാഹുവിന്റെ എല്ലാ നാമങ്ങളും മുഖേന അള്ളാഹുവെ ഞാൻ നിന്നോട്
സഹായം തേടിക്കൊണ്ട് ഇതാ ആരംഭിക്കുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. അവിടെ അള്ളാഹുവിന്റെ 3 നാമങ്ങളാണ് പറഞ്ഞത്. അള്ളാഹു, അർ റഹ്മാൻ, അർ റഹീം. അള്ളാഹു എന്ന നാമം അതാണ് ഇസ്മുൽ ജലാല. അള്ളാഹുവിന്റെ മറ്റെല്ലാ നാമങ്ങളും മടങ്ങുന്ന ഏറ്റവും മഹത്തായ നാമം. അള്ളാഹുവിനെ നമ്മൾ അറിയുന്നത് ആ നാമത്തിലൂടെയാണ്. അള്ളാഹു എന്ന നാമത്തിന്റെ അർത്ഥം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറഞ്ഞതുപോലെ ദുൽ ഉലൂഹിയതി വൽ ഉബൂദിയതി അലാ ഖൽഖിഹി അജ്മഈൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നത്, അള്ളാഹു എന്ന നാമം അവന്റെ എല്ലാ സൃഷ്ടികളുടെ മേലും ഉലൂഹിയത്തുള്ളവൻ എന്നാണ് അതിന്റെ അർത്ഥം. അതുപോലെ ഉബൂദിയത്തുള്ളവൻ എന്നാണ് അർത്ഥം. അഥവാ അള്ളാഹുവിന്റെ എല്ലാ അടിമകളും, സർവ്വ അടിമകളും അള്ളാഹുവിന്റെ അടിമകളാണ്. എല്ലാവരും അള്ളാഹുവിന്റെ അടിമത്വത്തിന് കീഴിലാണ്. എല്ലാവരും അള്ളാഹുവിനെ അനുസരിക്കുന്നവരാകട്ടെ അനുസരിക്കാത്തവരാകട്ടെ. ഞാനാണ് അള്ളാഹു എന്ന് പറഞ്ഞ ഫിറഔൻ വരെ അള്ളാഹുവിന്റെ ഉബൂദിയത്തിന് കീഴിലാണ്. എല്ലാവരും അള്ളാഹുവിന്റെ അടിമത്വത്തിലാണ് ഉള്ളത്. അതേപോലെ തന്നെ അവരുടെ എല്ലാവരുടെയും ഇലാഹാണ് അള്ളാഹു. അവർക്ക് മേലെല്ലാം ഉലൂഹിയത്തിന് അർഹതയുള്ളവനും അള്ളാഹു തന്നെയാണ്. വേറെ ആരൊക്കെ ആരാധിക്കപ്പെട്ടാലും ശരി, അവർക്കൊന്നും ഉലൂഹിയത്തിന് അർഹതയില്ല. എന്താണ് ഉലൂഹിയത്ത് എന്ന് പറഞ്ഞാൽ? ആരാധന, ആരാധനക്ക് അർഹത. അതുകൊണ്ടാണ് ഇലാഹ് എന്ന് പറയുന്നത്. ഇലാഹ് എന്ന് പറഞ്ഞാൽ ആരാധ്യൻ. ആലിഹത്ത് എന്ന് പറഞ്ഞാൽ ആരാധ്യന്മാർ. അള്ളാഹു അല്ലാത്ത ആരാധിക്കപ്പെടുന്ന ആളുകളെക്കുറിച്ച്, വ്യക്തികളെക്കുറിച്ച്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ബിംബങ്ങളെ, വിഗ്രഹങ്ങളെക്കുറിച്ച്, കല്ലുകളെക്കുറിച്ചൊക്കെ വിശുദ്ധ ഖുർആനിൽ ആലിഹത്ത് എന്ന് പറഞ്ഞതായി കാണാം. അവരൊക്കെ ഭാഷാർത്ഥത്തിൽ ഇലാഹുകളാണ്. അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന ആലിഹത്തുകളാണ്, ഇലാഹുകളാണ്. പക്ഷേ ഹക്കായിട്ടുള്ളവൻ ആരാണ്? അള്ളാഹു മാത്രമാണ്. അതാണ് അള്ളാഹു എന്ന നാമത്തിന്റെ അർത്ഥം. സർവ്വ സൃഷ്ടികളുടെ മേലും ഉബൂദിയത്തും ഉലൂഹിയത്തും ഉള്ളവൻ. ഉബൂദിയത്ത് എന്ന് പറഞ്ഞാൽ അടിമത്വം. എല്ലാവരുടെയും അടിമത്വം അള്ളാഹുവിന്റെ കയ്യിലാണ്. എല്ലാവരും അള്ളാഹുവിന്റെ അടിമകൾ മാത്രമാണ്. അതുപോലെ എല്ലാവരുടെയും ഇലാഹാവാനുള്ള അർഹതയും റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ്. അർ റഹ്മാൻ, അർ റഹീം, ഈ 2 നാമങ്ങൾ ബിസ്മിയുടെ കൂടെയും അതുപോലെ അല്ലാതെ വന്ന ആയത്ത് വിശദീകരിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അർ റഹ്മാൻ എന്നാൽ അങ്ങേയറ്റം കാരുണ്യമുള്ളവൻ, പരമകാരുണികൻ എന്ന് മലയാളത്തിൽ അർത്ഥം പറയാറുണ്ട്. അഥവാ ദുർ റഹ്മത്തിൽ വാസിഅ, അതിവിശാലമായ കാരുണ്യമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അവന്റെ അടിമകളോടുള്ളത്. നിരുപാധികം എല്ലാവരോടും അള്ളാഹു കരുണയുള്ളവനാണ്. അതുകൊണ്ടാണ് അള്ളാഹു ഇഹലോകത്ത് വഴിപ്പെട്ടവനും വഴിപ്പെടാത്തവനും എല്ലാവർക്കും കാരുണ്യം ചെയ്യുന്നത്. അള്ളാഹുവിനെ അനുസരിക്കുന്ന ആളുകൾക്ക് മാത്രമല്ല അള്ളാഹു അനുഗ്രഹം ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും അള്ളാഹു അവന്റെ അനുഗ്രഹം നൽകിയിട്ടുണ്ട്. അവന്റെ കാരുണ്യമാണ് അറിയിക്കുന്നത്. അർ റഹീം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കാരുണ്യം അത് സൃഷ്ടികൾക്ക് നൽകുന്നവനാണ് അവൻ. പ്രത്യേകിച്ച് മുഅ്മിനീങ്ങൾക്ക് അള്ളാഹു പ്രത്യേകമായി കരുണ ചെയ്യും. ഇഹലോകത്ത് എന്നതുപോലെ തന്നെ പരലോകത്ത് മുഅ്മിനീങ്ങൾക്ക് മാത്രമേ കരുണ ലഭിക്കുകയുള്ളൂ. വേറൊരാൾക്കും അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കുകയില്ല. അതാണ് അർ റഹ്മാൻ, അർ റഹീം എന്ന നാമം അല്ലെങ്കിൽ നാമങ്ങൾ അറിയിക്കുന്നത്. ശേഷം നമ്മൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ആയത്ത് മനസ്സിലാക്കി. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ സർവ സ്തുതിയും അള്ളാഹുവിനാകുന്നു. എല്ലാ സ്തുതികളും റബ്ബിനാണ്. അതേത് അവസരത്തിലും അള്ളാഹു സ്തുതിക്ക് അർഹതയുള്ളവനാണ്. ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം അവന് ദുഃഖങ്ങൾ ഉണ്ടായാലും പ്രയാസങ്ങൾ ഉണ്ടായാലും സന്തോഷമുണ്ടായാലും ഏതവസ്ഥയിലും അൽഹംദുലില്ലാഹ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ശുക്ർ പറയപ്പെടും. അതാണ് അള്ളാഹുവിന്റെ പ്രത്യേകത. അള്ളാഹു എല്ലാ അവസ്ഥയിലും സ്തുത്യർഹനാണ്. കാരണം അള്ളാഹുവിന്റെ ഏതൊരു പ്രവൃത്തിയും അത് യുക്തിപൂർണമാണ്. ഒരാൾക്ക് അനുഗ്രഹം ലഭിക്കുന്നത് അള്ളാഹുവിന്റെ യുക്തിപൂർണമാണ്. ഒരാൾക്ക് മുസീബത്ത് വന്ന് പിടികൂടുന്നത് അത് അള്ളാഹുവിന്റെ യുക്തിപൂർണമായ തീരുമാനമാണ്. കാരണം മുസീബത്തുകൾ കൊണ്ട് ഒരുപാട് നന്മകളുണ്ട്. വേറെ തന്നെ വിഷയമാണ് മുസീബത്ത് എന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള പരീക്ഷണങ്ങൾ എന്നുള്ളത്, അല്ലെങ്കിൽ പ്രയാസങ്ങൾ എന്നുള്ളത്
ഒരർത്ഥത്തിൽ അതെന്താണ്? അള്ളാഹുവിന്റെ ഖദറിലുള്ള നമുക്ക് വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ അത് ആത്യന്തികമായി എന്തല്ല, ഷർറല്ല, ആത്യന്തികമായ ഒരു പ്രശ്നമല്ല. ഒരു സ്ഥലത്ത് പ്രശ്നമാണെങ്കിലും മറ്റൊരു സ്ഥലത്ത് അതെന്തായിരിക്കും, അത് ഖൈറായിരിക്കും. ഇൻഷാ അല്ലാഹ് നമുക്ക് സമയമുണ്ടെങ്കിൽ പിന്നീട് ഈമാൻ കാര്യങ്ങൾ പഠിക്കുമ്പോൾ അത് പഠിക്കാം. വിശാലമായി പഠിക്കേണ്ട, കുറച്ച് പറഞ്ഞാൽ തീരാത്തൊരു വിഷയമാണത്. ഇൻഷാ അല്ലാഹ് പിന്നീട് പഠിക്കാം. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഖദറിലെ ഖൈറിലും ഷർറിലും നമ്മൾ വിശ്വസിക്കണം എന്ന് പറഞ്ഞു. രണ്ടും പറയാനുള്ള കാരണം അതാണ്. ഇൻഷാ അല്ലാഹ് പിന്നീട് നമുക്കിത് വിശദീകരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വന്നത് എല്ലാ അവസ്ഥയിലും എല്ലാ അവസ്ഥകളിലും സ്തുതിക്ക് അർഹതയുള്ളവനാണ്. അവൻ റബ്ബുൽ ആലമീനാണ്, സർവ്വലോകങ്ങളുടെയും റബ്ബാണ്. അഥവാ നമ്മൾ കാണുന്നതും കാണാത്തതുമായ എല്ലാറ്റിന്റെയും സൃഷ്ടാവും നിയന്താവും ഉടമസ്ഥനും അധികാരിയും ഒക്കെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അവനല്ലാത്തൊരു സൃഷ്ടാവില്ല, അവനല്ലാത്തൊരു നിയന്താവില്ല, അവനല്ലാത്തൊരു അധികാരിയില്ല. അങ്ങനെയുള്ള സർവ്വലോകങ്ങളുടെയും റബ്ബായ അള്ളാഹു സുബ്ഹാനഹു വ തആലക്കാകുന്നു സർവ്വ സ്തുതിയും. അർ-റബ്ബ് എന്ന വാക്ക് അതിന്റെ അർത്ഥം സൃഷ്ടിക്കുകയും നിയന്ത്രിക്കുകയും ഉടമപ്പെടുത്തുകയും ചെയ്യുന്നവൻ എന്നാണ് അർത്ഥം. അല്ലെ? അർ-റബ്ബ് എന്ന കാര്യത്തിൽ ഇതൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത്. അൽ ഖൽഖ് വൽ മുൽക്ക് വത്തദ്ബീർ, സൃഷ്ടിക്കുക, അധികാരപ്പെടുത്തുക, നിയന്ത്രിക്കുക, ഇതൊക്കെയാണ് അതിൽ വരിക. അതാണ് അർ-റബ്ബ്. സൃഷ്ടിക്കാൻ കഴിവുള്ളവൻ മാത്രമേ റബ്ബാവുകയുള്ളൂ. നിയന്ത്രിക്കാൻ കഴിവുള്ളവൻ മാത്രമേ റബ്ബാവുകയുള്ളൂ. സർവ്വതിന്റെയും അധികാരം ഏറ്റെടുക്കാൻ കഴിവുള്ളവൻ മാത്രമേ റബ്ബാവുകയുള്ളൂ. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. വേറൊരാൾക്കും ഈ പറഞ്ഞ കാര്യം അവകാശപ്പെടാൻ സാധിക്കുകയില്ല. ഇതാണ് സഹോദരങ്ങളെ ചുരുക്കി പറഞ്ഞാൽ വിശാലമായി വിശദീകരിച്ചതാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ആയത്ത്. അർ-റഹ്മാനിർ റഹീം, ഈ പറഞ്ഞ സർവ്വലോകങ്ങളുടെയും റബ്ബായ അള്ളാഹു സുബ്ഹാനഹു വ തആല, നമ്മളിപ്പോൾ സ്തുതി പറഞ്ഞ ആ റബ്ബ്, അവൻ അർ-റഹ്മാനാണ്, അർ-റഹീമാണ്. അവൻ പരമകാരുണികനാണ്, അതുപോലെ അവന്റെ കരുണ സൃഷ്ടികൾക്ക് ചെയ്യുന്നവനാണ്. അർ-റഹ്മാൻ അർ-റഹീം എന്ന നാമം മനസ്സിലാക്കിയതാണ്. ഇതുവരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനമായി നമ്മൾ പറഞ്ഞത്. അടുത്ത ആയത്ത് മാലികി യൗമിദ്ദീൻ. ഈ ആയത്തുകൾ നമ്മൾ അർത്ഥം വെക്കുമ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, സർവ്വലോകങ്ങളുടെയും റബ്ബായ അള്ളാഹുവിനാകുന്നു സർവസ്തുതി. അവൻ റഹ്മാനാണ്, റഹീമാണ്. ശേഷം പറയുന്ന ആയത്തും അതിനോട് ചേർത്തിട്ടാണ് അർത്ഥം പറയേണ്ടത്. മാലികി യൗമിദ്ദീൻ, പ്രതിഫല ദിനത്തിന്റെ ഉടമസ്ഥനാണവൻ. അള്ളാഹുവിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വരികയാണ് നമ്മൾ. അള്ളാഹുവിന് സ്തുതി പറഞ്ഞുകൊണ്ട്, അവന്റെ റഹ്മാനും റഹീമും എന്ന നാമം പറഞ്ഞുകൊണ്ട് പിന്നീട് വീണ്ടും പറയുന്നത് എന്താണ്? അവൻ മാലികി യൗമിദ്ദീൻ, പ്രതിഫല ദിനത്തിന്റെ ഉടമസ്ഥനാണ്. പ്രതിഫല ദിനത്തിന്റെ ഉടമസ്ഥനാണ് എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ എന്താണ് അതിന്റെ അർത്ഥം? മാലിക് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവൻ ഉടമസ്ഥനാണ്. അൽ മുൽക്ക്, അൽ മിൽക്ക്, രണ്ട് രൂപത്തിൽ അറബിയിൽ ഈ വാക്ക് പ്രയോഗിക്കും. അൽ മുൽക്ക് എന്ന് പറഞ്ഞാൽ അധികാരം എന്നാണ് അർത്ഥം. അതുപോലെ തന്നെ അൽ മിൽക്ക് എന്ന് പറഞ്ഞാൽ ഉടമസ്ഥത എന്നാണ് അർത്ഥം. അള്ളാഹു മാലിക്കാണ്. അള്ളാഹുവിന്റെ അൽ അസ്മാഉൽ ഹുസ്നയിൽ നമുക്ക് കാണാം, അള്ളാഹുവിന്റെ നാമങ്ങളിൽപ്പെട്ടതാണ് അൽ മാലിക്, അൽ മലിക്, അൽ മലീക്. ഇങ്ങനെ അള്ളാഹുവിന് നാമങ്ങളുണ്ട്. അൽ മാലിക്, അൽ മലിക്, അൽ മലീക്. ഇത് മൂന്നും അള്ളാഹുവിന്റെ മുൽക്കാണ് അറിയിക്കുന്നത്. അള്ളാഹുവിന്റെ ഉടമസ്ഥതയും അധികാരവുമാണ് അറിയിക്കുന്നത്. എന്താണ് ഉടമസ്ഥതയും അധികാരവും എന്ന് പ്രത്യേകം പറയാനുള്ള കാരണം? അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ ഈ ഒരു കാര്യം ഉണ്ടാവുകയുള്ളൂ. ഉദാഹരണം പറഞ്ഞാൽ, ഒരു രാജാവ്, ഒരു രാജ്യം മുഴുവനും ആ രാജാവ്, ആ ഭരണാധികാരി ഭരിക്കും. ആ രാജാവിന് അധികാരമുണ്ട്. പക്ഷെ ജനങ്ങളുടെ മേൽ ഉടമസ്ഥതയുണ്ടോ? ഇല്ല. പറയാനേ പറ്റുള്ളൂ. ചെയ്യിക്കാൻ എല്ലാവരും കൊണ്ട് ചെയ്യിക്കാൻ പറ്റുമോ? എല്ലാവരും നിയന്ത്രിക്കാൻ അദ്ദേഹത്തിന് പറ്റുമോ?
സാധിക്കുകയില്ല. അദ്ദേഹത്തിനോട് എതിരിടുന്ന ആളുകൾ ആ കൂട്ടത്തിലുണ്ടാവും, പറഞ്ഞാൽ കേൾക്കാത്ത ആളുകളുണ്ടാവും. ഇനി ഒരാൾക്ക് എല്ലാവരെയും നിയന്ത്രിക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുക. കുറച്ച് ആളുകളുണ്ട്, അവർ ഇയാൾ പറഞ്ഞതുപോലെ നടക്കുമെന്ന് വിചാരിക്കുക. പക്ഷേ അധികാരം ഉണ്ടായിക്കൊള്ളുന്നില്ല. സർവാധികാരം, മൊത്തത്തിൽ അധികാരം എന്നത് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടും ഉള്ളവനാണ്. അള്ളാഹു സർവ്വതിന്റെയും അധികാരിയാണ്, എല്ലാറ്റിന്റെയും ഉടമസ്ഥനാണ്. അതുകൊണ്ടാണ് അള്ളാഹു തീരുമാനിച്ചതുപോലെയാണ് കാര്യങ്ങൾ നടക്കുക. നമ്മൾ റബ്ബ് പറഞ്ഞില്ലേ, റബ്ബ് സൃഷ്ടിക്കുകയും ഉടമപ്പെടുത്തുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നവൻ. കാരണം നിയന്ത്രിക്കാൻ കഴിവ് ഒരാൾക്ക് കിട്ടണമെങ്കിൽ എന്ത് വേണം? പൂർണ്ണ അധികാരം വേണം. അതാണ് അള്ളാഹുവിന്റെ അൽ മലിക്, അല്ലെങ്കിൽ അവൻ അൽ മാലിക്കാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. മാത്രമല്ല സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുൽക്കിന്റെ പ്രത്യേകത അത് എന്നെന്നും ഉള്ളതാണ്. അതിന് തുടക്കമോ ഒടുക്കമോ ഇല്ല. എന്നാൽ സൃഷ്ടികൾ മലിക്കുണ്ടാകും, രാജാവ് ഉണ്ടാകും, ഭരണാധികാരി ഉണ്ടാകും, ഉടമസ്ഥത ഉണ്ടാകും, വലിയ സ്വത്തും സമ്പത്തും ഒക്കെ ഉള്ള ആളുകൾ ഉണ്ടാകും. പക്ഷെ അതൊക്കെ അവരിൽ നിന്ന് കൊഴിഞ്ഞു പോകും, ഇല്ലാതായി പോകും. ഒരു രാജാവ്, ഒരു ഭരണാധികാരി ഒന്നല്ലെങ്കിൽ ഭരണം അയാൾ ഉപേക്ഷിക്കും, അല്ലെങ്കിൽ അയാളെ ഭരണം ഉപേക്ഷിക്കും. എന്തെങ്കിലും ഒന്ന് സംഭവിക്കും. ഒന്നുകിൽ അയാൾ മരിച്ചു പോകും, അല്ലെങ്കിൽ അയാളെ താഴെ ഇറക്കി വേറൊരു രാജാവ് വരും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് ആ ഒരു കാര്യം ഉണ്ടാവുകയില്ല. അവൻ എന്നെന്നും അൽ മലിക്കാൻ, അൽ മാലിക്കാൻ, അൽ മലീഖാൻ. അവൻ മാലിക്കുൽ മുൽക്ക്, രാജാതിരാജനാണ്. അവൻ സർവാധികാരിയാണ്. അവൻ മലകൂതുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ സർവ്വതിന്റെയും അധികാരമുള്ളവനാണ്. മലകൂതു കുല്ലി ഷൈ, എല്ലാറ്റിന്റെയും സർവാധിപത്യമുള്ളവനാണ്. ഉടമസ്ഥത, അധികാരം, ആധിപത്യം, ഇങ്ങനെ എല്ലാ അർത്ഥവും ഉൾക്കൊള്ളുന്ന നാമങ്ങളാണ് അള്ളാഹുവിന്റെ അൽ മാലിക്, അൽ മലിക്, അൽ മലീക് എന്നു പറഞ്ഞാൽ അതിന്റെ അർത്ഥം. സഹോദരങ്ങളെ, അള്ളാഹു അൽ മാലിക്കാൻ, അള്ളാഹു അൽ മലിക്കാണ്, അള്ളാഹു അൽ മലീക്കാൻ. അഥവാ അവനെ പോലെ അധികാരമുള്ള, ഉടമസ്ഥതയുള്ള, ആധിപത്യമുള്ള ഒരാളും തന്നെയില്ല, ആരും തന്നെയില്ല. ലോകത്ത് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും അധികാരം കിട്ടിയ ആളാരാണ്? ആരാണ്? സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമാണ്. അദ്ദേഹത്തിനാണ് അള്ളാഹു ഏറ്റവും വലിയ ആധിപത്യം അല്ലെങ്കിൽ അധികാരം കൊടുത്തത്. അദ്ദേഹത്തിന് മനുഷ്യന്മാർ മാത്രമല്ല ജോലിക്കാരുണ്ടായിരുന്നത്, ജിന്നുകൾ ഉണ്ടായിരുന്നു. ജിന്നുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ ബന്നാഉകൾ ഉണ്ടായിരുന്നു, വലിയ മല്ലന്മാരായ ആളുകൾ, അഥവാ കെട്ടിടം നിർമ്മിക്കാൻ സാധിക്കുന്ന കഴിവുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഖവ്വാസ്, കടലിന്റെ ആഴത്തിൽ ഇറങ്ങി അവിടെയുള്ള അത്ഭുതകരമായ കാര്യങ്ങൾ എടുത്തുകൊണ്ടുവരാൻ കഴിവുള്ളവർ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂട്ടത്തിലുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ കീഴിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ആധിപത്യം എന്നത് ഒരാൾക്കും അള്ളാഹു നൽകിയിട്ടില്ലാത്ത ആധിപത്യമാണ്. ഒരാൾക്കും നൽകരുതേ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട്. അത് വലിയ പരീക്ഷണമായിരുന്നു യഥാർത്ഥത്തിൽ, ആ മുൽക്ക്, അധികാരം അള്ളാഹു അദ്ദേഹത്തിന് നൽകിയത്. അപ്പൊ അദ്ദേഹത്തിന് കൊടുത്ത അധികാരം കേട്ടാൽ തന്നെ നമ്മൾ അത്ഭുതപ്പെട്ടു. വിശുദ്ധ ഖുർആനിൽ ധാരാളമായി നമുക്ക് കാണാം. അപ്പോൾ അത് നൽകിയ അള്ളാഹുവിന്റെ അധികാരം എന്തായിരിക്കും? സുബ്ഹാനല്ലാഹ്. അത് നൽകാൻ കഴിവുള്ള അള്ളാഹുവിന്റെ അധികാരവും ഉടമസ്ഥതയും എന്തായിരിക്കും? അതുകൊണ്ടാണ് ഏത് ക്രൂരനായ സ്വേച്ഛാധിപതിയായ ഭരണാധികാരി വന്നാലും, എന്തൊക്കെ നിയമങ്ങൾ ഉണ്ടാക്കിയാലും, എങ്ങനെയൊക്കെ മുസ്ലിമീങ്ങളെ പീഡിപ്പിച്ചാലും, ആ ഭരണാധികാരിയെ ഭരിക്കുന്ന അള്ളാഹു മുകളിലുണ്ട് എന്ന ഉറച്ച വിശ്വാസം നമുക്ക് ഉണ്ടാവണം. ആരൊക്കെ വന്നാലും ശരി, ഏതൊക്കെ രൂപത്തിൽ പ്രയാസപ്പെടുത്തിയാലും ശരി. പഴയ കാലത്തൊക്കെ വലിയ വലിയ സ്വേച്ഛാധിപതികളായ ഭരണാധികാരികൾ ഉണ്ടായിരുന്നു. അള്ളാഹുവിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ പേരിൽ അസ്ഹാബുൽ ഉഖ്ദൂദിന്റെ ചരിത്രം ശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. ഒരു വലിയ കുഴി കുഴിച്ച് അതിൽ തീ ഉണ്ടാക്കി ആളുകളെ അതിലേക്ക് വലിച്ചെറിയലായിരുന്നു അയാളുടെ രീതി. സ്വീകരിക്കോ ചോദിക്കും, ഇല്ല എന്ന് പറഞ്ഞാൽ അതിലേക്ക് വലിച്ചെറിയും. പച്ചയായ മനുഷ്യനെ കുഴിയിലേക്ക് വലിച്ചെറിയും. അങ്ങനെയുള്ള സ്വേച്ഛാധിപതികൾ കഴിഞ്ഞുപോയിട്ടുണ്ട്. പക്ഷെ
അവരൊക്കെ ആ കാലം കഴിഞ്ഞപ്പോൾ പിന്നീട് നാമാവശേഷമായി. അവർ പറയാൻ ആരുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയാവട്ടെ ഏഴാകാശങ്ങൾക്ക് മുകളിൽ ഈ പറഞ്ഞ അവന്റെ അർശിന്റെ മുകളിൽ ഈ എല്ലാവരെയും നിയന്ത്രിച്ചുകൊണ്ട് എക്കാലത്തും ഉണ്ടാവും. അതുകൊണ്ട് ആര് ഭരിച്ചാലും അവർ അള്ളാഹ് ഭരിക്കും. അതാണ് നമ്മുടെ വിശ്വാസം. അള്ളാഹു നമ്മുടെ റബ്ബ് അവൻ അൽ മാലിക്കാണ്. അൽ മാലിക് അൽ മലിക് അൽ മലീക്കാണ് അവൻ സുബ്ഹാനഹു വ തആല. ഇവിടെ സഹോദരങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല യൗമുദ്ദീൻ എന്ന് പറഞ്ഞു. മാലികി യൗമുദ്ദീൻ. അള്ളാഹു യൗമുദ്ദീനിന്റെ മലിക്കാണ് അല്ലെങ്കിൽ മാലിക്കാണ്. ഒരു ഖിറാഅത്ത് അങ്ങനെയുണ്ട്. മലിക് യൗമുദ്ദീൻ എന്നൊരു ഖിറാഅത്തുണ്ട്. മാലിക് യൗമുദ്ദീൻ എന്നതുപോലെ തന്നെ മലിക് യൗമുദ്ദീൻ എന്ന ഖിറാഅത്തും നമുക്ക് കാണാം, പാരായണവും നമുക്ക് കാണാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ യൗമുദ്ദീൻ എന്ന് പറഞ്ഞു. എന്താണ് യൗമുദ്ദീൻ എന്ന് പറഞ്ഞാൽ? എന്താണ് അദ്ദീൻ എന്ന് പറഞ്ഞാൽ? യൗം എന്ന് പറഞ്ഞാൽ ദിവസം, നമുക്കറിയാം. അയ്യാം എന്ന് പറഞ്ഞാൽ ദിവസങ്ങൾ. അദ്ദീൻ എന്ന് പറഞ്ഞാൽ യൗമുൽ ഹിസാബി ലിൽ ഖലായിഖി വഹുവ യൗമുൽ ഖിയാമ. ഖിയാമത്ത് നാളിന്റെ മറ്റൊരു പേരാണ് യൗമുദ്ദീൻ, അഥവാ പ്രതിഫല ദിനം എന്ന് നമ്മൾ മലയാളത്തിൽ അർത്ഥം പറയാറുണ്ട്. അന്നേ ദിവസം സൃഷ്ടികളുടെ വിചാരണയും ആ വിചാരണക്കനുസരിച്ച് അവർക്ക് പ്രതിഫലവും നൽകപ്പെടുന്ന ദിവസമാണ്. അതാണ് മാലിക് യൗമുദ്ദീൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. യൗമുദ്ദീൻ എന്ന് പറഞ്ഞാൽ അർത്ഥം അന്ന് ആരാണോ നന്മ ചെയ്തിട്ടുള്ളത് ആ നന്മക്കനുസരിച്ച് അള്ളാഹു അവർക്ക് പ്രതിഫലം നൽകും. ആരാണോ തിന്മയുമായി അവിടേക്ക് കടന്നു വന്നത് അതിനനുസരിച്ച് അള്ളാഹു അവർക്ക് പ്രതിഫലം നൽകും. ഇതാണ് യൗമുദ്ദീൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, പ്രതിഫല ദിനം. ഇവിടെ സഹോദരങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി യൗമുദ്ദീൻ എടുത്തു പറയാനുള്ള കാരണം എന്താണ്? എന്തിനാണ് അള്ളാഹു പരലോകത്തെ ഉടമസ്ഥനാണ് എന്ന് പറഞ്ഞത്? അള്ളാഹു ഇഹലോകത്തിന്റെയും പരലോകത്തിന്റെയും സർവ്വതിന്റെയും ഉടമസ്ഥനാണ്. പക്ഷേ പരലോകം അള്ളാഹു പ്രത്യേകം എടുത്തു പറഞ്ഞു. പരലോകം അള്ളാഹു പ്രത്യേകം എടുത്തു പറഞ്ഞതിന്റെ ഉദ്ദേശം അതിലൊരു ഭയപ്പെടുത്തലുണ്ട്. അന്ന് ദുനിയാവിൽ എത്ര അധികാരമുള്ള ആളുകളായാലും ശരി, പരലോകത്തേക്ക് കടന്നു വരിക ഒന്നുമില്ലാത്തവരായിട്ടാണ്. ഒരാളുടെയും ഒരധികാരവും അന്ന് ബാക്കിയുണ്ടാവുകയില്ല. ഒരാളുടെയും ഒരധികാരവും അന്ന് ബാക്കിയുണ്ടാവുകയില്ല. എല്ലാവരും അള്ളാഹുവിന്റെ മുന്നിലേക്ക് കടന്നു വരിക ഹുഫാത്തൻ ഉറാത്തൻ ഗുർലൻ, ചെരുപ്പില്ലാതെ, ചേലാകർമ്മം ചെയ്യപ്പെടാതെ, വസ്ത്രമില്ലാതെ, അഥവാ നഗ്നരായിക്കൊണ്ട്, നഗ്നപാതകരായിക്കൊണ്ട്, കൈകളിൽ ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലേക്ക് എല്ലാവരും ഒരുമിച്ച് കൂടുക. അന്ന് എത്ര അധികാരം ഉണ്ടായിരുന്ന ആളായാലും ശരി, അവരുടെ കയ്യിൽ അന്ന് അധികാരം ഉണ്ടാവുകയില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖിയാമത്ത് നാളിൽ യഖ്ബിദുല്ലാഹുൽ അർള, അള്ളാഹു ഭൂമിയെ ഒരു പിടുത്തത്തിൽ ഒതുക്കും. ഒരൊറ്റ പിടുത്തത്തിൽ ഭൂമി മുഴുവനും അള്ളാഹുവിന്റെ കയ്യിലുണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിശേഷണമാണ് അവന്റെ യദ്, കൈ എന്നുള്ളത്. അള്ളാഹുവിന് കൈകളുണ്ട്, അള്ളാഹുവിന് വിരലുകളുണ്ട്, അള്ളാഹുവിന് മുഖമുണ്ട്. അള്ളാഹുവിന്റെ വിശേഷണങ്ങളാണ്, അവയവങ്ങളല്ല, അള്ളാഹുവിന്റെ വിശേഷണങ്ങളാണ്. സൃഷ്ടികൾക്കാണ് ഇതൊക്കെ അവയവങ്ങൾ എന്ന് പറയുക. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ എന്താണ്? അള്ളാഹുവിന്റെ വിശേഷണങ്ങളാണ്. അള്ളാഹു ഭൂമിയെ ഒരു പിടുത്തത്തിൽ ഒതുക്കും. വയതുവി സമാഅ ബിയമീനിഹി, ആകാശത്തെ അള്ളാഹു അവന്റെ വലം കൈകൊണ്ട് ഒരു പുസ്തകത്തിന്റെ പേജ് ചുരുട്ടി പിടിക്കുന്നത് പോലെ പിടിക്കും. ശുദ്ധ ഖുർആനിൽ അള്ളാഹു അത് പറഞ്ഞിട്ടുള്ളതാണ്. ഒരു പുസ്തകത്തിന്റെ പേജ് ചുരുട്ടിപ്പിടിച്ച് അങ്ങനെ ഉണ്ടാവും, ഈ രൂപത്തിൽ ചുരുട്ടിപ്പിടിക്കും. സുബ്ഹാനല്ലാഹ്. അള്ളാഹു അവനുദ്ദേശിച്ച അവന്റെ എല്ലാ മഹത്വത്തിനും യോജിച്ച രൂപത്തിൽ, ഈ പറഞ്ഞ രൂപത്തിൽ ഭൂമിയെ ഒരു പിടുത്തത്തിൽ ഒതുക്കുകയും ആകാശത്തെ അല്ലെങ്കിൽ ആകാശങ്ങളെ ഒരു പേജ് ചുരുട്ടിപ്പിടിച്ചതുപോലെ പിടിക്കുകയും ചെയ്യും. സുമ്മ യഖൂൽ, എന്നിട്ട് അള്ളാഹു പറയും, അല്ലെങ്കിൽ അള്ളാഹു ചോദിക്കും, അനൽ മലിക്,
ഞാനാകുന്നു അൽ മലിക്, ഉടമസ്ഥതയും അധികാരവുമുള്ളവൻ. ഐന മുലൂക്കുൽ അർദ്, എവിടെ ഭൂമിയിലുള്ള അധികാരികൾ, രാജാക്കന്മാർ. ഐനൽ ജബ്ബാറൂൻ, എവിടെ സർവാധിപത്യം ഉണ്ടായിരുന്ന സ്വേച്ഛാധിപതികളായ ആളുകൾ. ഐനൽ മുതകബ്ബിറൂൻ, എവിടെ അഹങ്കാരികളായ ആളുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് ചോദിക്കുന്നതാണ്. അന്ന് ഒരാൾക്കും മറുപടി പറയാൻ സാധിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ അല്ലാഹു സൂറത്തു ത്വാഹയിൽ പറഞ്ഞതുപോലെ വഖശഅത്തിൽ അസ്വാതു ലിർറഹ്മാൻ, എല്ലാ ശബ്ദങ്ങളും അല്ലാഹുവിന്റെ റഹ്മാനായ റബ്ബിന്റെ അരികിൽ അന്ന് പേടിച്ചു വിറച്ച അവസ്ഥയിലായിരിക്കും. ഫലാ തസ്മഉ ഇല്ലാ ഹംസ, അന്നേ ദിവസം ശ്വാസം പുറത്തേക്ക് വിടുന്ന ഒരു ശബ്ദം അതല്ലാത്ത മറ്റൊന്നും കേൾക്കുകയില്ല. ശ്വാസം വിടുന്ന ശബ്ദം മാത്രം അന്ന് കേൾക്കുകയുള്ളൂ. വേറൊരു ശബ്ദവും അന്ന് അള്ളാഹുവിന്റെ മുന്നിൽ വരികയില്ല. എത്ര ഉടമസ്ഥത ഉണ്ടായാലും ശരി, എത്ര അധികാരമുണ്ടായാലും ശരി, ഒരക്ഷരം ഉണ്ടാൻ സാധിക്കുകയില്ല. അള്ളാഹു പറഞ്ഞതുപോലെ യൗമ യഅതി ലാ തകല്ലമു നഫ്സുൻ ഇല്ലാ ബിഇദ്നി, അന്നേ ദിവസം അള്ളാഹുവിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന ആളുകൾ അള്ളാഹു സമ്മതിച്ചാലല്ലാതെ ഒരക്ഷരം ഉണ്ടാൻ അവർക്ക് സാധിക്കുകയില്ല. അതാണ് അള്ളാഹു പരലോകത്തെ അവന്റെ അധികാരം പറഞ്ഞ് പേടിപ്പിച്ചത്. അതുകൊണ്ട് ദുനിയാവിലെ സ്വേച്ഛാധിപതികൾക്കും ക്രൂരന്മാരായ ഭരണാധികാരികൾക്കും ആ രൂപത്തിലുള്ള ആളുകൾക്കുമൊക്കെ ഉള്ള പേടിപ്പെടുത്തലാണ്. മൊത്തത്തിൽ അള്ളാഹു പരലോകത്ത് അവന്റെ യഥാർത്ഥ അധികാരം എല്ലാവർക്കും കാണിച്ചു കൊടുക്കും. അന്ന് ഒരാൾക്കും നിഷേധിക്കാൻ സാധിക്കുകയില്ല. ഇന്നിപ്പോ നമ്മൾ അള്ളാഹുവിന്റെ അധികാരവും ഉടമസ്ഥതയൊക്കെ പറഞ്ഞാൽ ദഹിക്കുകയില്ല ആളുകൾക്ക്. കാരണം അവനവനുള്ള അധികാരവും അവൻ ഭരിക്കുന്ന രാജ്യത്തിന്റെ അതിർത്തികളും കണ്ട് മതിമറന്ന് നിൽക്കുന്ന അവസ്ഥയിലായിരിക്കും. അള്ളാഹുവിന്റെ എത്ര വലിയ അധികാരം പറഞ്ഞാലും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത നിഷേധികളായിട്ടായിരിക്കും അവർ അവരുടെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകും. പക്ഷെ പരലോകത്ത് വന്ന് നിന്നാൽ അള്ളാഹുവിന്റെ ഈ ചോദ്യത്തിന് അവർക്ക് മറുപടി പറയാൻ സാധിക്കുകയില്ല. എവിടെ ഭൂമിയിലുള്ള രാജാക്കന്മാർ എന്ന് ചോദിച്ചാൽ നമ്മളോടുണ്ട് എന്ന് അവർ പറയുകയില്ല. എവിടെ സ്വേച്ഛാധിപതികളായ ഭരണാധികാരികൾ എന്ന് ചോദിച്ചാൽ അക്ഷരം അവർ മുണ്ടുകയില്ല. എവിടെ അഹങ്കാരികൾ, അഹങ്കാരം നടിച്ചവർ എന്ന് ചോദിച്ചാൽ ഒരക്ഷരം മുണ്ടുകയില്ല. ശബ്ദം പുറത്തേക്ക് വരികയില്ല. ശ്വാസം വഹിക്കുന്ന ശബ്ദം അതൊരാളെ കയ്യിൽ നിൽക്കാത്തത് കൊണ്ടാണ്. അത് മാത്രം പുറത്തേക്ക് വരും. വേറൊരു ശബ്ദം കാലൊന്ന് ചലിപ്പിക്കാൻ വരെ ഒരാൾക്കും സാധിക്കുകയില്ല അള്ളാഹുവിന്റെ അനുമതി പ്രകാരമല്ലാതെ. അതുകൊണ്ട് അള്ളാഹു അവന്റെ പരമാധികാരം അന്ന് അവിടെ വെച്ച് കാണിച്ചു കൊടുക്കും. അന്ന് എല്ലാവർക്കും ബോധ്യപ്പെടും അള്ളാഹുവാണ് അൽ മലിക്, അള്ളാഹുവാണ് അൽ മാലിക്, അള്ളാഹുവാണ് അൽ മലീക് എന്നെല്ലാവർക്കും ബോധ്യപ്പെടും. അത് ബോധ്യപ്പെടുത്തിയതിനു ശേഷമേ അള്ളാഹു പിന്നീട് ബാക്കി കാര്യങ്ങളിലേക്ക് നയിക്കുകയുള്ളൂ. അന്ന് അള്ളാഹു വിചാരണ ചെയ്യും, ഓരോരുത്തരെയും വിചാരണ ചെയ്യും. എല്ലാവരും വിചാരണക്ക് വിധേയരാണ്. അവിടെ സഹോദരങ്ങളെ മുഅ്മിനീങ്ങൾക്ക് അള്ളാഹു എളുപ്പം നൽകും. മുഅ്മിനീങ്ങളുടെ വിചാരണ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഹിസാബൻ യസീറ എന്നാണ് ഖുർആനിൽ പറഞ്ഞത്. ലളിതമായ വിചാരണയായിരിക്കും അവർക്ക് ഉണ്ടാവുക. അള്ളാഹുവിനനുസരിച്ച് ജീവിച്ച് അങ്ങനെ മരണപ്പെട്ടു പോയി പരലോകത്ത് വന്ന ഒരാൾ മുഅ്മിൻ, അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പേടിക്കാനില്ല. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരുപാട് പ്രയാസങ്ങൾക്ക് നടുവിലായിരിക്കും ഉണ്ടാവുക. യഥാർത്ഥത്തിൽ പരലോകം എന്ന് പറഞ്ഞാൽ വിശാലമായ വിഷയമാണ്. പക്ഷേ ഒരു പ്രയാസവും തോന്നാത്ത രൂപത്തിൽ അള്ളാഹു എളുപ്പത്തിൽ വിചാരണ പൂർത്തീകരിച്ചു കൊടുക്കും. മുഅ്മിനിന് പ്രതീക്ഷിക്കാൻ സാധിക്കും. എന്നാൽ കാഫിറുകളെ സംബന്ധിച്ചിടത്തോളം, നിഷേധികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അള്ളാഹു പറഞ്ഞതുപോലെ യൗമുൻ അസീർ, അവർക്ക് കടുത്ത ദിവസമായിരിക്കും. അന്നേ ദിവസം പരലോകത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഫിയൗമിൻ കാന മിഖ്ദാറുഹു 50,000 സന, 50,000 വർഷങ്ങൾ ദൈർഘ്യമുണ്ട് അവിടുത്തെ ഒരു ദിവസത്തിൽ. എത്ര ദിവസങ്ങളാണ് അവിടെ മഹ്ശറിൽ നിൽക്കുക എന്നൊരാൾക്കും അറിയുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അന്ന് എല്ലാവർക്കും അവന്റെ അധികാരം ഈ പറഞ്ഞ രൂപത്തിലൊക്കെ ഓരോന്നും കാണിച്ചു കൊടുക്കും, ഓരോന്നും വിചാരണ ചെയ്യും. അങ്ങനെ അതിനനുസരിച്ച് പ്രതിഫലം നൽകുകയും ചെയ്യും. ഇതാണ് സഹോദരങ്ങളെ
യൗമുദ്ദീൻ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞത് ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു, നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുന്നേ, പരലോകം എത്തുന്നതിന് മുന്നേ. ഇതാ ഈ മാലിക് യൗമുദ്ദീൻ എന്ന് അള്ളാഹു പറഞ്ഞ ആ യൗമുദ്ദീൻ വരുന്നതിന് മുന്നേ നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തിനെ വിചാരണ ചെയ്യുക. അവനവന്റെ സ്വന്തത്തെ പുനഃപരിശോധിക്കുക. ഞാൻ എന്താണ് എന്റെ ജീവിതം, എങ്ങോട്ടേക്കാണ് എന്റെ ഈ പോക്ക്, എന്താണ് എന്റെ ഇബാദത്ത്, അള്ളാഹുമായി ബന്ധപ്പെട്ട എന്റെ അവസ്ഥ എന്താണ്, സൽക്കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ എവിടെ നിൽക്കുന്നു, തിന്മകളുടെ കാര്യത്തിൽ ഞാൻ എവിടെയാണ്. ഈ പറഞ്ഞതൊക്കെ ആ വിചാരണ വരുന്നതിന് മുന്നേ നിങ്ങൾ വിചാരണ ചെയ്യാൻ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്. യഥാർത്ഥ വിചാരണ വരുന്നതിന് മുന്നേ നിങ്ങൾ സ്വന്തം ആത്മ വിചാരണ നടത്തുക. വസിനു അൻഫുസകും ഖബ്ല അൻ തൂസനു, അദ്ദേഹം പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെ തൂക്കി നോക്കുക പരലോകത്ത് മീസാനിൽ തൂക്കപ്പെടുന്നതിന് മുന്നേ. വതഅഹബു ലിൽ അർദിൽ അക്ബരി അലാ മൻ ലാ തഖ്ഫ അലൈഹി അമാലുക്കും, നിങ്ങളുടെ അമലുകൾ, നിങ്ങളുടെ കർമ്മങ്ങളിൽ നിന്ന് ഒന്നുപോലും മറക്കപ്പെടാത്ത രൂപത്തിൽ എല്ലാം വെളിപ്പെടുന്ന ആ യഥാർത്ഥ വലിയ ആ പ്രദർശനത്തിന്റെ ദിവസത്തിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങി നിൽക്കുക എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതാണ് മാലിക് യൗമുദ്ദീൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകം ഇവിടെ പ്രത്യേകമായി എടുത്തു പറഞ്ഞത് പരലോകത്ത് ഒരാൾ പോലും ഒഴിയാതെ എല്ലാവർക്കും ബോധ്യപ്പെടും അല്ലാഹുവാണ് യഥാർത്ഥ ഉടമസ്ഥൻ എന്നുള്ളത്. ശേഷം അടുത്ത ആയത്ത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ അല്ലാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായാർത്ഥന നടത്തുന്നു എന്നാണ് അതിന്റെ നേർക്കുനേരുള്ള അർത്ഥം. ഇയ്യാക നഅ്ബുദു, ഇയ്യാക അല്ലാഹുവേ നിന്നെ, നഅ്ബുദു ഞങ്ങൾ ആരാധിക്കുന്നു, അബദ യഅബുദു നഅ്ബുദു, വ ഇയ്യാക അല്ലാഹുവേ നിന്നോട്, നസ്തഈൻ ഞങ്ങൾ സഹായാർത്ഥന നടത്തുന്നു. അൽ ഇബാദ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അങ്ങേയറ്റത്തെ താഴ്മയും വിനയവും കാണിക്കുക എന്നുള്ളതാണ്. അതാണ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ ഭാഷാർത്ഥം. താഴ്മ കാണിക്കുക, അങ്ങേയറ്റം വിനയം കാണിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അങ്ങേയറ്റത്തെ സ്നേഹവും താഴ്മയും വിനയവും അവനുള്ള ഭയവും ഇതൊക്കെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടാണ് നമ്മൾ അവനുള്ള ഇബാദത്തിൽ ഏർപ്പെടുന്നത്. അങ്ങനെയായിരിക്കണം നമ്മുടെ ഇബാദത്ത്. അല്ലാഹുവേ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് ഞങ്ങൾ സഹായം തേടുന്നു എന്നാണ് നേർക്ക് നേരെ അതിന്റെ പദാനുപദ അർത്ഥം പറഞ്ഞാൽ നമുക്ക് പറയാൻ സാധിക്കുക. എന്നാൽ പലപ്പോഴും അല്ലെങ്കിൽ എപ്പോഴും സ്ഥിരമായി നമ്മൾ അർത്ഥം വെക്കേണ്ടതും വെക്കാറുള്ളതും എങ്ങനെയാണ്? അല്ലാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായാർത്ഥന നടത്തുന്നു. എവിടുന്നാണ് ആ മാത്രം വന്ന് കിട്ടിയത്? എന്തുകൊണ്ടാണ് മാത്രം എന്ന അർത്ഥം അവിടെ വന്നത്? അത് ഭാഷാപരമായ ഒരു നിയമമാണത്. ഇവിടെ സാധാരണ അറബിയിൽ പറയുക നഅ്ബുദു ഇയ്യാക എന്നാണ്. നഅ്ബുദു ഇയ്യാക എന്ന് പറഞ്ഞാൽ മതി. അല്ലാഹുവേ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് പറയാനാണെങ്കിൽ നഅ്ബുദു ഇയ്യാക എന്നാണ് പറയേണ്ടത്. അതേപോലെ നസ്തഈനു ഇയ്യാക എന്ന് പറഞ്ഞാൽ മതി, അങ്ങനെയാണ് പറയേണ്ടത്. പൊതുവേ അങ്ങനെയാണ്, അറബിയിലുള്ള പ്രയോഗം അങ്ങനെയാണ്. പക്ഷെ ഇവിടെ എന്ത് ചെയ്തു? അല്ലാഹു ഇയ്യാക എന്നത് ആദ്യം പറഞ്ഞു. അഥവാ ആരെ കുറിച്ചാണോ പറയുന്നത് അതിനെ മുന്തിച്ചു. അറബിയിൽ ഭാഷാപരമായി അതിന് പറയുക ഖുദ്ദിമൽ മഫ്ഊൽ. ആരെക്കുറിച്ചാണോ പറയുന്നത് അല്ലെങ്കിൽ പറയപ്പെടുന്നത് അതിനെ മുന്തിച്ചു, അതിനെ ആദ്യം പറഞ്ഞു. എന്നിട്ടാണ് എന്തു പറഞ്ഞത്? നഅ്ബുദു എന്ന് നമ്മുടെ പ്രവൃത്തി പറഞ്ഞത്. അതിൽ നിന്ന് അറബി ഭാഷാ നിയമപ്രകാരം അൽ ഹസ്ർ അഥവാ മാത്രം എന്ന അർത്ഥം കിട്ടും. അഥവാ അതിന്റെ അർത്ഥം എന്താണ്? ലാ നഅ്ബുദു ഇല്ലാ ഇയ്യാക, അല്ലാഹുവേ നിന്നെയല്ലാതെ ഞങ്ങൾ ആരാധിക്കുകയില്ല. ഇയ്യാക നഅ്ബുദു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിന്നെ അല്ലാതെ ഞങ്ങൾ ആരാധിക്കുകയില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ?
അള്ളാഹു നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ. നിന്നെ അല്ലാത്ത വേറൊരാളെ ആരാധിക്കൂല എന്ന് പറഞ്ഞാൽ നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ എന്നാണ് അതിന്റെ അർത്ഥം. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, വല നതവക്കലു ഇല്ലാ അലൈക, അല്ലാഹുവേ നിന്നിലല്ലാതെ നിന്റെ മേലല്ലാതെ ഞങ്ങൾ ഭരമേൽപ്പിക്കുകയില്ല. ഇങ്ങനെയാണ് സൂറത്തുൽ ഫാത്തിഹയിലെ ഈ ആയത്തിന് മാത്രം എന്ന അർത്ഥം കിട്ടിയത്. ഈ മാത്രത്തിലാണ് സഹോദരങ്ങളെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായത്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന് പറയുമ്പോഴാണ് ആളുകൾക്ക് പ്രയാസമുണ്ടാവുക. അള്ളാഹു അല്ലാത്ത ആളുകളെ ആരാധിക്കുന്ന ഇബാദത്ത് ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു മാത്രം എന്ന് പറയുമ്പോൾ പ്രയാസമുണ്ടാകും. അവർക്കത് അംഗീകരിക്കാൻ സാധിക്കുകയില്ല. അത് പഴയ കാലത്തായാലും ഈ കാലത്തായാലും ഖിയാമത്ത് നാൾ വരെ അങ്ങനെ തന്നെയായിരിക്കും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 40 വയസ്സ് വരെ അള്ളാഹു അല്ലാത്ത ഒരാളെയും ആരാധിച്ചിരുന്നില്ല. അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് ജീവിച്ച ആളാണ്. ശിർക്ക് ചെയ്തിരുന്നില്ല. ഒരിക്കലും ശിർക്കിന്റെ ലാഞ്ചന പോലും അവിടുത്തെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ 40-ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടി അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ദേഷ്യം പിടിച്ചു. അപ്പോഴാണ് അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. അപ്പൊ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അള്ളാഹുവെ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായാർത്ഥന നടത്തുന്നു എന്നതാണ് ഇതിന്റെ അർത്ഥം. ഇതിൽ അള്ളാഹുവിനെ അല്ലാതെ ഒരാളെയും ആരാധിക്കാൻ പാടില്ല എന്നതാണ് അറിയിക്കുന്നത്. അതുകൊണ്ടാണ് മുൻഗാമികളിൽ ചിലർ പറഞ്ഞത് അൽ ഫാത്തിഹതു സിറുൽ ഖുർആൻ. ഫാത്തിഹ എന്നത് ഖുർആൻ മുഴുവനും, ഖുർആനിന്റെ ആശയം മുഴുവനും അടങ്ങിയിട്ടുള്ള ഖുർആനിന്റെ രഹസ്യമാണ്, ഖുർആനിന്റെ പൊരുളാണെന്ത് സൂറത്തുൽ ഫാത്തിഹ. ഖുർആൻ മുഴുവൻ എടുത്തു നോക്കിയാൽ സൂറത്തുൽ ഫാത്തിഹ അത് മുഴുവനും ഇതിൽ കാണാം. വസിറുഹ ഹാദിഹിൽ കലിമ, സൂറത്തുൽ ഫാത്തിഹയുടെ പൊരുൾ, അതിന്റെ രഹസ്യം ഈ ആയത്താണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായാർത്ഥന നടത്തുന്നു. ഇതിൽ സഹോദരങ്ങളെ ഈ ദീന് മുഴുവനും അടങ്ങിയിട്ടുള്ള, അല്ലെങ്കിൽ ദീനിന്റെ ആശയം, അടിസ്ഥാനം എന്താണോ അതാണ് ഈ ആയത്ത്. ദീനിന്റെ മുഴുവനും ആശയമാണ് ഈ ആയത്തിലുള്ളത്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇയ്യാക നഅ്ബുദു പറഞ്ഞു അല്ലാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ നിന്നോട് മാത്രം ഞങ്ങൾ സഹായാർത്ഥന നടത്തുന്നു. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ മാത്രമേ നമ്മൾ ആരാധിക്കാൻ പാടുള്ളൂ. അതുപോലെ അവനോട് മാത്രമേ സഹായാർത്ഥന നടത്താൻ പാടുള്ളൂ. ആദ്യം പറഞ്ഞത് ഇബാദത്ത് മുഴുവനും ഉൾപ്പെട്ടു. അതിൽ ഈ പറഞ്ഞ സഹായാർത്ഥനയും സഹായതേട്ടവും ചോദ്യവും എല്ലാം വന്നിട്ടുണ്ട്. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ എന്തായി? എല്ലാം അതിൽപ്പെട്ടു. ഈ പറഞ്ഞ ഇസ്തിആനത്ത് എന്ന് പറഞ്ഞ സഹായതേട്ടം അതൊക്കെ അതിൽ വന്നിട്ടുണ്ട്. പക്ഷെ അള്ളാഹു വീണ്ടും എന്ത് ചെയ്തു? വ ഇയ്യാക നസ്തഈൻ എന്നുകൂടി പറഞ്ഞു. അഥവാ ഇസ്തിആനത്ത് പ്രത്യേകം പറഞ്ഞു. ഒരുപാട് അർത്ഥം അല്ലെങ്കിൽ അർത്ഥങ്ങളുള്ള വാക്കാണത്. പണ്ഡിതന്മാർ പറഞ്ഞു വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇബാദത്ത് മുഴുവനും എടുത്തു പറഞ്ഞു, എന്നിട്ട് അതിൽ നിന്ന് ഇസ്തിആനത്ത് പ്രത്യേകമായി പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഒരു നിലക്കും അള്ളാഹു അല്ലാത്ത ഒരാളോടും നമ്മൾ അവർക്ക് ഇബാദത്ത് നൽകാനോ അവരോട് സഹായാർത്ഥന നടത്താനോ പാടില്ല ആണ് ഒരർത്ഥം. ഒരു നിലക്കും അള്ളാഹുവിന്റെ ഒരു അടിമകളോടും ഒരു സൃഷ്ടിയോടും ആരാധനയുടെ പരിധിയിൽ വരുന്ന ഒരു കാര്യവും ചോദിക്കാനോ പറയാനോ നൽകാനോ ചെയ്യാനോ പാടുള്ളതല്ല. അതാണ് ഈ ആയത്തിന്റെ ഒരർത്ഥം. കാരണം ഇസ്തിആനത്ത് എന്നത് ഇബാദത്താണ്. എന്തുകൊണ്ടാണ് അള്ളാഹുവിനോട് ചോദിക്കേണ്ട ഇസ്തിആനത്ത് അല്ലെങ്കിൽ സഹായതേട്ടം എന്ന് പറഞ്ഞത്? ഒരാളോട് അത് എടുക്കെന്ന് പറഞ്ഞാൽ ഒരു സഹായതേട്ടാണ്. അത് ശിർക്കാണോ? പാടില്ലാത്തതാണോ? അല്ല. എന്തുകൊണ്ടല്ല? അത് ഇബാദത്തിന്റെ പരിധിയിൽ വരുന്ന ഒരു സഹായതേട്ടമല്ല. മാത്രമല്ല അള്ളാഹു ശുദ്ധ ഖുർആനിൽ സൂറത്തു അൽ മാഇദയിൽ പറഞ്ഞതുപോലെ വതആവനു അലൽ ബിർരി വത്തഖ്വ, നിങ്ങൾ പുണ്യത്തിലും തഖ്വയിലും പരസ്പരം സഹായിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, ശത്രുതയിലും തിന്മയിലും നിങ്ങൾ സഹായിക്കുകയും ചെയ്യരുത് എന്നും പറഞ്ഞിട്ടുണ്ട്. അതാണ് സൃഷ്ടികൾ അവരുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ചോദിക്കാനുള്ള തെളിവ്.
ഒരാളോട് വെള്ളം കൊണ്ടുതരാൻ പറയലും ഒരു കാര്യം കണ്ട് എടുക്കാൻ പറയലും ഒരു ഉപകാരം ചെയ്തു തരുമോ എന്ന് ചോദിക്കലും ഇതൊക്കെ എന്താണ് അള്ളാഹു അനുവദിച്ച സഹായതേട്ടങ്ങളിൽപ്പെട്ടതാണ്. അതിന് ഭാഷയിൽ ഇസ്തിആനത്ത് എന്ന് പറയും, സഹായതേട്ടം എന്ന് പറയും. പക്ഷെ ഇവിടെ ഉദ്ദേശം പ്രാർത്ഥനയാകുന്ന ഇസ്തിആനത്താണ്. അഥവാ എന്റെ രോഗം മാറ്റണേ എന്നൊരാളോട് പറയാൻ പറ്റുമോ? പാടില്ല. ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ചികിത്സിക്കാം. രോഗം മാറ്റി തരണേ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അത് അള്ളാഹുവിനോട് മാത്രമേ പറയാൻ പാടുള്ളൂ. എനിക്ക് കുട്ടിയെ കിട്ടണം, എന്റെ പ്രയാസങ്ങൾ നീങ്ങണം, എനിക്ക് ഇന്നത് വേണം, എന്നെ സ്വർഗത്തിലാക്കണം, എന്റെ പാപങ്ങൾ പുറത്തരണം, ഇതൊക്കെ നമ്മൾ ആരോടാണ് പറയേണ്ടത്? അള്ളാഹു സുബ്ഹാനഹു വ തആലയോടാണ്. അതുകൊണ്ട് നമ്മൾ ആദ്യം ബിസ്മി പറഞ്ഞില്ലേ? അള്ളാഹുവിന്റെ എല്ലാ നാമങ്ങളും മുഖേന അത് മുൻനിർത്തി അള്ളാഹുവിനോട് സഹായം തോടിക്കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓരോ കാര്യം ചെയ്യുന്നത്. അതൊക്കെ അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ എന്നത് അറിയിക്കുന്നതാണ്. അപ്പൊ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നതിന്റെ ഒരർത്ഥം അതാണ്. അഥവാ ഇബാദത്ത് പറഞ്ഞു, പിന്നെ ഇസ്തിആനത്തും പറഞ്ഞു. അഥവാ എല്ലാം അള്ളാഹു അല്ലാത്ത ഒരാൾക്കും കൊടുക്കാൻ പാടില്ല, അത് മുഴുവനും റബ്ബിന് മാത്രമേ പാടുള്ളൂ എന്നാണ് അർത്ഥം. അതുപോലെ മറ്റൊരർത്ഥം പണ്ഡിതന്മാർ പറഞ്ഞു, ഇയ്യാക നഅ്ബുദു, അല്ലാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് പറഞ്ഞാൽ നിന്നെ ആരാധിക്കാനുള്ള തൗഫീഖ് അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കും. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, ഇയ്യാക നഅ്ബുദു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്. അഥവാ അല്ലാഹുവേ, അല്ലാഹു അല്ലാത്ത ആരാധനക്ക് അർഹനായി മറ്റാരുമില്ല. വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇതാണ് അതിന്റെ അർത്ഥം. അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒരു കഴിവും ഒരു ശക്തിയും ഇല്ല. അഥവാ ഈ പറഞ്ഞ ഇബാദത്ത് അത് ചെയ്യണമെങ്കിൽ എന്ത് വേണം? അള്ളാഹു നമ്മളെ സഹായിക്കണം. അതുകൊണ്ടാണ് ബാങ്ക് വിളി കേൾക്കുന്നു, ഹയ്യ അലൽ സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ എന്താണ് പറയാ? അതേപോലെയാണോ പറയാ? അല്ല. അവിടെ എന്ത് പറയും? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. സ്വലാത്ത് നിസ്കാരം ഇബാദത്താണ്. ആ നിസ്കാരത്തിലേക്ക് അള്ളാഹു വിളിക്കാൻ കൽപ്പിച്ചു. അതുകൊണ്ടാണ് മുഅദ്ദിൻ വിളിക്കുന്നത്. ആ മുഅദ്ദിന്റെ വിളി കേൾക്കുമ്പോൾ ഞാനിതാ വരുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. പിന്നെയോ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ആ വിളിക്ക് ഉത്തരം നൽകി പള്ളിയിലേക്ക് എത്തണമെങ്കിൽ അള്ളാഹു സഹായിക്കണം. അതുകൊണ്ടാണ് എത്ര ആളുകൾ വാങ്ങി വെക്കുന്നുണ്ട്. എല്ലാരും കൂടി വന്നാൽ 4 പള്ളി കൊണ്ടിരും ഒരു മഹല്ലിൽ. പക്ഷെ എല്ലാരും വരൂല. അള്ളാഹുവിന്റെ തൗഫീഖ് കിട്ടിയ ആളുകൾ മാത്രമേ എത്തുള്ളൂ. അതാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നതിന്റെ അർത്ഥം പറയാൻ കാരണം. ഏത് ഇബാദത്തും ഇങ്ങനെ തന്നെയാണ്. ഏത് ഇബാദത്തും ഇങ്ങനെ തന്നെയാണ്. തൗഹീദ് മുതൽ ഇങ്ങോട്ട് ഏതും ഇത് തന്നെയാണ്. അതുകൊണ്ടാണ് നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ചു ആര്? പിതൃവ്യൻ അബൂ താലിബ്. തൗഹീദ് കേട്ടു, തൗഹീദിന്റെ പ്രബോധനം കേട്ടു. അവർ പീഡിപ്പിക്കപ്പെടുമ്പോൾ ഒരുമിച്ച് പീഡിപ്പിക്കപ്പെട്ടു. എല്ലാ പ്രയാസങ്ങളും ഏറ്റുവാങ്ങി, എല്ലാം ചെയ്തു. പക്ഷെ സ്വീകരിച്ചോ? ഇല്ല, സ്വീകരിച്ചില്ല. സ്വീകരിക്കാനുള്ള തൗഫീഖ് കിട്ടിയില്ല. എന്നാൽ ഒരുപാട് ദൂരെ നാടുകളിൽ നിന്ന് വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലേക്ക് വന്നു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് ഷഹാദത്ത് ചൊല്ലി എത്ര ആളുകളുണ്ട്. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു എവിടുന്നാണ് വരുന്നത്? ഒരുപാട് ദൂരത്തുനിന്ന് അദ്ദേഹം കറങ്ങിയിട്ടാണ് മദീനയിൽ എത്തിയത്. അതുപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു സലാം യഹൂദരിലെ പണ്ഡിതനായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെയാണ് സുഹൈബ് അർ-റൂമി റളിയല്ലാഹു അൻഹു, റോമിൽ നിന്നാണ് അദ്ദേഹം വന്നത്. ഇങ്ങനെ ധാരാളം ആളുകൾ, ഒരുപാട് ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്ന് ഷഹാദത്ത് സ്വീകരിച്ചു. തൗഫീഖാണത്. ഇബാദത്ത് ചെയ്യണമെങ്കിൽ സഹോദരങ്ങളെ അത് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ടല്ലാതെ നമുക്ക് സാധിക്കില്ല. ഇതൊരു അസ്ലാണ്, അടിസ്ഥാനമാണ്. നമ്മൾ എത്ര വിചാരിച്ചിട്ടും കാര്യമില്ല, അള്ളാഹു സഹായിക്കണം. അല്ലെങ്കിൽ അത് മുടങ്ങും, സാധിക്കുകയില്ല. എന്തെങ്കിലും ഒരു പ്രയാസം അതിന്റെ ഇടയിൽ വരും. അതുകൊണ്ടാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയുന്ന ഒരു ഉദാഹരണമാണിത്. ഹയ്യ അല സ്വലാ, നിസ്കാരത്തിലേക്ക് വരൂ എന്ന് പറയുമ്പോൾ അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒരു കഴിവും ഒരു ശക്തിയും. ഞാൻ ആ കിടപ്പുന്ന് എഴുന്നേക്കണമെങ്കിൽ എന്ത് വേണം? അള്ളാഹു എന്നെ സഹായിക്കണം. അല്ലെങ്കിൽ ഞാൻ ഉറങ്ങിപ്പോകും, അല്ലെങ്കിൽ എനിക്ക് എഴുന്നേക്കാൻ തോന്നൂല. ഹയ്യ അലൽ ഫലാഹ്, വിജയത്തിലേക്ക് വരൂ, എപ്പോഴും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒരു കഴിവും ഒരു ശക്തിയുമില്ല. കാരണം ഈ നിസ്കാരത്തിലേക്കും വിജയത്തിലേക്കും എനിക്ക്
പോവാൻ സാധിക്കണമെങ്കിൽ അള്ളാഹു എന്നെ സഹായിക്കണം. ഏതും അങ്ങനെ തന്നെയാണ്. ഏത് ഇബാദത്തിലും ഈ പറഞ്ഞ അസ്ല് നമുക്ക് കാണാം. അതാണ് സഹോദരങ്ങളെ, അങ്ങനെ വലിയ ആശയ സമ്പുഷ്ടമായ ഒരു ആയത്താണിത്. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇത് മാത്രം വിശദീകരിച്ചുകൊണ്ടാണ് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം ഒരു കിതാബ് എഴുതിയത്, മദാരിജുസ് സാലിക്കീൻ. അദ്ദേഹത്തിന്റെ കിതാബ് ഈ ഒറ്റ ആയത്ത് വിശദീകരിച്ചത് 2 വോളിയുണ്ട്. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന ഈ ഒറ്റ ആയത്ത് വിശദീകരിച്ചിട്ടാണ് അദ്ദേഹം 2 വോളിയം കിതാബ് എഴുതിയത്, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ്. പറഞ്ഞാൽ തീരാത്തൊരു ആയത്താണ് ഒരുപാട്. അതുകൊണ്ടാണ് നേരത്തെ മുൻഗാമികൾ പറഞ്ഞ വാക്ക് വായിച്ചത്. ഖുർആൻ മുഴുവനും സൂറത്തുൽ ഫാത്തിഹയിലുണ്ട്. സമയമുണ്ട് ഇൻഷാ അല്ലാഹ് വായിക്കാണ്ട്. ഈ കിതാബ് ഇത് മൊത്തം ഉൾക്കൊള്ളുന്ന ചില കാര്യങ്ങൾ മാത്രം പറയാനുള്ളതാണ്. ചില സമയം ഉണ്ടാവുമെന്ന് വിചാരിക്കുക. മുഴുവനും ഖുർആനിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ മുഴുവനും ഈ സൂറത്തിലുണ്ട്. ഇനി ഈ സൂറത്ത് എന്താണോ ലക്ഷ്യം വെക്കുന്നത് അത് മുഴുവൻ ഈ ആയത്തിലുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇതാണ് ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന ആയത്തിന്റെ അർത്ഥം. നേർക്ക് നേരെ നമ്മൾ അർത്ഥം പറയുമ്പോൾ എങ്ങനെ പറയാം? അല്ലാഹുവേ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായാർത്ഥന നടത്തുന്നു. എവിടുന്നാണ് മാത്രം കിട്ടിയത്? തഖ്ദീമുൽ മഅമൂൽ തുഫീദുൽ ഹസ്ർ ആണ് അറബിയിലെ ഖായിദയുടെ പേര്. അഥവാ ആരെക്കുറിച്ചാണോ പരാമർശിക്കുന്നത് അതിനെ മുന്തിച്ചു. മനസ്സിലായില്ലേ? ആരെയാണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിനെ മുന്തിച്ചു. അഥവാ അള്ളാഹുവിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അള്ളാഹുവെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു എന്നാണ് നമുക്ക് പറയേണ്ടത്. അതിന് നഅ്ബുദു ഇയ്യാക എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ അള്ളാഹു എന്ത് ചെയ്തു? ഇയ്യാക എന്നത്, നിന്നെ എന്നത് ആദ്യം പറഞ്ഞു. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ മാത്രം എന്ന് കിട്ടും. ഖുർആനിൽ ഈ രൂപത്തിൽ നമുക്ക് അർത്ഥം കാണാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിൽ പല ആയത്തുകളും പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിൽ മാത്രം ഭരമേൽപ്പിക്കണം, തവക്കുൽ ചെയ്യണം എന്ന് പറഞ്ഞ പല കാര്യങ്ങളും ഇതേപോലെ ആദ്യം മുന്തിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. അടുത്ത ആയത്ത് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്നത് യഥാർത്ഥത്തിൽ ദുആ ആണ്, പ്രാർത്ഥനയാണ്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്നുള്ളത്. ഇഹ്ദിന എന്ന് പറഞ്ഞാൽ വഴി ചേർക്കണേ എന്നാണ് നമ്മൾ മലയാളത്തിൽ അർത്ഥം പറയാറുള്ളത്. അല്ലെ, ഹിദായത്ത് കാണിക്കണേ എന്നാണ് അതിന്റെ അർത്ഥം സാധാരണ നമ്മൾ പറയാറുള്ളത്. ഇഹ്ദിന വഴി ചേർക്കണേ, അസ്സിറാത്ത സിറാത്തിലേക്ക്, സിറാത്ത് എന്ന് പറഞ്ഞാൽ വഴി, അൽ മുസ്തഖീം നേരായ വഴി, അഥവാ നേരായ പാതയിൽ അള്ളാഹുവെ നീ ഞങ്ങളെ വഴി ചേർക്കണേ എന്നാണ് മലയാളത്തിൽ നേർക്ക് നേരെ അതിന് അർത്ഥം പറയാറുള്ളത്. ഇഹ്ദിന എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, അത് യഥാർത്ഥത്തിൽ ഒരൊറ്റ വാക്കല്ലത്. ഇഹ്ദിന എന്ന് പറഞ്ഞാൽ അള്ളാഹുവെ നീ ഞങ്ങൾക്ക് അറിയിച്ചു തരണേ, അഥവാ ദുല്ലന, നീ ഞങ്ങൾക്ക് അറിയിച്ചു തരണേ. അതുപോലെ തന്നെ അള്ളാഹുവെ നീ അത് സ്വീകരിക്കാനുള്ള തൗഫീഖ് നൽകണേ. അതുപോലെ തന്നെ അള്ളാഹുവെ നീ അതിൽ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തണേ. ഒക്കെ അതിലുള്ളതാണ്. ഇഹ്ദിന എന്ന ഒരൊറ്റ വാക്കിൽ ഈ പറഞ്ഞ 3 ആശയങ്ങളും ഒരുമിച്ച് ചേരുന്നുണ്ട്. അഥവാ അൽ ഹിദായത്തു എന്ന് പറഞ്ഞാൽ അൽ ഇർഷാദു വത്തൗഫീഖ്, അതുപോലെ വസ്സബാത്ത്, 3 കാര്യങ്ങളാണ്. അൽ ഇർഷാദ് എന്ന് പറഞ്ഞാൽ മാർഗദർശനം കിട്ടുക, അറിയിച്ചു തരിക. അള്ളാഹുവെ നീ ഞങ്ങൾക്ക് അറിയിച്ചു തരണേ എന്താണ് സിറാത്തുൽ മുസ്തഖീം. അള്ളാഹുവെ നീ ഞങ്ങൾക്കത് സ്വീകരിക്കാനുള്ള തൗഫീഖ് നൽകണേ, ഏത് സിറാത്തുൽ മുസ്തഖീം. അള്ളാഹുവെ നീ ഞങ്ങൾ അതിൽ ഉറപ്പിച്ചു നിർത്തണേ. 3 ഉൾക്കൊള്ളുന്ന പ്രാർത്ഥനയാണ്. പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ഹിദായത്തിന് വേണ്ടിയിട്ടാണ് ഇതിൽ ചോദിക്കുന്നത്, അല്ലെ? ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, അള്ളാഹുവെ നേരായ പാതയിൽ നീ ഞങ്ങളെ വഴി ചേർക്കണേ. സിറാത്തുൽ മുസ്തഖീമിൽ എത്തിയ ഒരാളാണ് യഥാർത്ഥത്തിൽ ഇത് പറയുക, അല്ലെ? ദീനിലെത്തിയ, നിസ്കാരം നിർബന്ധമാണെന്ന് വിശ്വസിക്കുന്ന ഹിദായത്തിലായ ഒരു മനുഷ്യനാണ് ഈ ആയത്ത് പാരായണം ചെയ്യുക. അല്ലാത്ത ആൾ പാരായണം ചെയ്യോ? ഇല്ല. എല്ലാ സമയവും സൂറത്തുൽ ഫാത്തിഹ ആരാ ഓതുക? നിസ്കാരത്തിൽ മുഅ്മിനാണ് ഓതുക.
ഹിദായത്ത് കിട്ടിയ ഒരാളാണ് ഓതുന്നത്. എന്തിനാണ് ഇതിങ്ങനെ ആവർത്തിച്ച് അള്ളാഹുവെ ഹിദായത്ത് തരണേ എന്ന് ചോദിക്കുന്നത്? ഹിദായത്ത് കിട്ടിയില്ലേ, പിന്നെ എന്തിനാണ് ഇത് ചോദിക്കുന്നത്? എന്തിനാണ് അള്ളാഹു ഇങ്ങനെ ആവർത്തിച്ച് ചോദിപ്പിക്കുന്നത്? ഞാൻ ഈ പറഞ്ഞ 3 അർത്ഥങ്ങളും അതിലുള്ളത് കൊണ്ടാണ്. ഹിദായത്ത് അറിയിച്ചു തരണേ, ഹിദായത്ത് സ്വീകരിക്കാനുള്ള തൗഫീഖ് നൽകണേ, അള്ളാഹുവെ നീ അതിൽ ഉറപ്പിച്ചു നിർത്തണേ, അതാണ് അതിലുള്ളത്. അള്ളാഹുവെ സിറാത്തുൽ മുസ്തഖീമിൽ നീ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തണേ, തെറ്റിപ്പോകാതെ നീ ഉറപ്പിച്ചു നിർത്തണേ എന്ന് ആവർത്തിച്ച് നമ്മളെ കൊണ്ട് അള്ളാഹു ദുആ ചെയ്യിപ്പിക്കുക. അതാണ് ഹിദായത്ത് കിട്ടിയാൽ ആ ഹിദായത്ത് അനുസരിച്ച് ജീവിച്ചാൽ അള്ളാഹു ഹിദായത്ത് വർദ്ധിപ്പിച്ചു നൽകും എന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. അള്ളാഹു ഹിദായത്ത് വർദ്ധിപ്പിച്ചു തരും, ഹുദ വർദ്ധിക്കും. അതുകൊണ്ടാണ് ദീന് കിട്ടി, ദീന് മനസ്സിലാക്കി, പിന്നീട് ദീനിൽ കൂടുതൽ പഠിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ ഹുദ വർദ്ധിക്കുന്നതായി നമുക്ക് അനുഭവപ്പെടും. എന്നാൽ ഒരാൾ വന്നു എന്നിട്ട് എപ്പോഴും ആ വന്നിടത്ത് തന്നെ നിൽക്കുകയാണെങ്കിലോ ആ ഹുദ ചോർന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കുറച്ച് നാളുകൾ കഴിയുമ്പോൾ ഒരു അലസതയും അലംഭാവവും തിരിച്ചു പോകാനുള്ള ഒരു തോന്നലുകൾ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് വന്നിടത്ത് നിൽക്കരുതെന്ന് പറഞ്ഞത്. ഇതിനെന്ത് വേണം? മുന്നേറണം, അറിയണം, ചെയ്യണം, ഉറപ്പിച്ചു നിർത്തണേ എന്ന് ദുആ ചെയ്യണം. വന്നിടത്ത് നിൽക്കരുത്, എപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കണം. എന്നിട്ട് ആ പഠിച്ചത് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം. എന്നിട്ട് അള്ളാഹുവെ സ്വീകരിക്കണേ, ഉറപ്പിച്ചു നിർത്തണേ, മരണം വരെ ഇതിലാക്കി മാറ്റണേ എന്നൊക്കെ നമ്മൾ ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. അതാണ് സഹോദരങ്ങളെ ഈ ആയത്തിലുള്ളത്. ഹിദായത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവെ നീ ഹിദായത്ത് കാണിച്ചു നൽകണേ, ഹിദായത്ത് സ്വീകരിക്കാനുള്ള തൗഫീഖ് നൽകണേ, അതുപോലെ ഹിദായത്തിൽ നീ ഉറപ്പിച്ചു നിർത്തണേ. മുൻഗാമികളിൽപ്പെട്ട ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ഹിദായത്ത് എന്റെ വലത് കൈയിലുണ്ട്, അല്ലെങ്കിൽ എന്റെ ഒരു കൈയിൽ ഹിദായത്തുണ്ട്, പക്ഷേ എന്റെ മറു കൈ കൊണ്ട് അതെനിക്ക് എടുക്കണമെങ്കിൽ അള്ളാഹുവിന്റെ തൗഫീഖ് കിട്ടിയാൽ അത് എനിക്ക് എടുക്കാൻ പറ്റും. സുബ്ഹാനല്ലാഹ്, നേരത്തെ പറഞ്ഞില്ല അബൂ താലിബിന്റെ ചരിത്രം. എന്റെ ഒരു കയ്യിൽ ഹിദായത്തുണ്ട്, പക്ഷെ എനിക്കത് എടുക്കണമെങ്കിൽ എന്തുവാണ്? അള്ളാഹു തൗഫീഖ് തന്നാലല്ലാതെ എനിക്കത് എടുക്കാൻ പറ്റും. അതൊക്കെ നമ്മൾ പണ്ടേ മുസ്ലിമായിട്ട് ജനിച്ചല്ലേ, നമ്മൾ തൗഹീദുള്ള ആളുകളല്ലേ, നമ്മൾക്ക് പണ്ടേ ഉള്ള ആളല്ലേ, കാര്യമില്ല, തിരിച്ചു ഇത് നേരെ തിരിച്ച് മടങ്ങാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു എല്ലാ ദിവസവും 17 തവണ ഇതിങ്ങനെ ആവർത്തിച്ച് ദുആ ചെയ്യിപ്പിക്കുന്നത്. ദുആ ആണ് സിറാത്തൽ മുസ്തഖീം, അള്ളാഹുവെ നേരായ മാർഗത്തിൽ നീ ഞങ്ങളെ വഴി ചേർക്കണേ എന്ന് പറഞ്ഞാൽ നേരായ മാർഗം അള്ളാഹുവെ നീ ഞങ്ങൾക്ക് പഠിപ്പിച്ചു നൽകണേ, അത് സ്വീകരിക്കാനുള്ള ഭാഗ്യം നൽകണേ, തൗഫീഖ് നൽകണേ, അള്ളാഹുവെ മരണം വരെ അതിൽ ഉറപ്പിച്ചു നിർത്തണേ, ഒക്കെ അതിലുണ്ട്. ഇതൊക്കെയാണ് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന ആ ആയത്തിലുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് നൽകിയാലല്ലാതെ സഹോദരങ്ങളെ ഹിദായത്ത് നമുക്ക് കിട്ടുകയില്ല. അതുകൊണ്ടാണ് സ്വർഗക്കാർ സ്വർഗത്തിലെത്തിയിട്ട് മറിച്ച് അവര് നേരെ പോയിട്ട് സ്വർഗത്തിന്റെ സുഖം എടുക്കലല്ല, കുറെ വാക്കുകൾ അവർ പറയുന്നുണ്ട്. ഖുർആനിൽ നമുക്ക് കാണാം, അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ എന്നവർ പറയും. അള്ളാഹുവിനാകുന്നു സർവസ്തുതി. എങ്ങനെയുള്ള അള്ളാഹുവാണ് അവൻ? അവനാണ് നമുക്ക് ഇതിലേക്ക് ഹിദായത്ത് നൽകിയത്. ഈ സ്വർഗത്തിലേക്ക് എത്താൻ തൗഫീഖ് നൽകിയത് ആരാണ്? അള്ളാഹുവാണ്. അതുകൊണ്ട് അള്ളാഹുവിന് സ്തുതി. കാരണം സ്വർഗത്തിലെത്തുക എന്നുള്ളത് ഹിദായത്ത്, ദുനിയാവിൽ ഹിദായത്ത് കിട്ടി അതിൽ ഉറച്ചു നിന്നാലല്ലാതെ അവിടെ എത്താൻ സാധിക്കുകയില്ല. മാത്രമല്ല ഹിദായത്ത് എന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരിക്കലും പരമ്പരാഗതമായി കിട്ടുന്നതല്ല. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ, നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യത്തെ റസൂലാണ്. അദ്ദേഹം ആദ്യത്തെ റസൂൽ, ആദ്യത്തെ നബി ആരാ? ആദം അലൈഹി സ്വലാത്തു വസ്സലാം. ആദ്യത്തെ റസൂൽ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം. എന്താണ് നബി റസൂൽ തമ്മിലുള്ള വ്യത്യാസം? നബി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ വഹി ലഭിക്കുന്ന എല്ലാവരും നബിമാരാണ്. റസൂൽ എന്ന് പറഞ്ഞാൽ അള്ളാഹു പ്രത്യേകമായി ഷിർക്കിനെതിരിൽ ദൗത്യവുമായി പറഞ്ഞയക്കുന്ന ആൾ ആണ്. ഒറ്റവാക്കി പറഞ്ഞാൽ നബി റസൂൽ തമ്മിലുള്ള വ്യത്യാസം പിന്നീട് പഠിക്കും ഇൻഷാ അല്ലാഹ്. ആദ്യത്തെ റസൂലായ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം കൺമുന്നിൽ വെച്ച് കാണുന്നത് മകൻ മരിക്കുന്നത്, വെള്ളത്തിൽ മുങ്ങി മരിക്കാൻ. അള്ളാഹുവിനോട് പറഞ്ഞു നോക്കി, റബ്ബേ അവൻ എന്റെ കുടുംബത്തിലുള്ള എന്റെ ആളാണ്,
അള്ളാഹു പറഞ്ഞു ഇന്നഹു ലൈസ മിൻ അഹ്ലിക്, ഓൻ നിന്റെ കുടുംബത്തിൽപ്പെട്ട ആളല്ല. ഹിദായത്തിലാക്കാൻ പറ്റിയിട്ടില്ല. അവസാനം പറഞ്ഞു നോക്കി, യാ ബുനയ്യർക്കബ് മഅനാ, മോനെ കേറിക്കോ, എപ്പൊ കയറാൻ ചാൻസ് ഉണ്ട്, ഇതാ എപ്പൊ കേറിക്കോളൂ, ഈ കപ്പലിൽ കയറി എനിക്ക് രക്ഷപ്പെടാം. അവൻ സ്വീകരിച്ചില്ല, ഹിദായത്ത് കൊടുക്കാൻ പറ്റിയില്ല. ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ഭാര്യമാരെ കുറിച്ച് അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് രണ്ടുപേർക്കും അള്ളാഹു ഹിദായത്തിനുള്ള തൗഫീഖ് കൊടുത്തില്ല, കിട്ടിയില്ല, ഹിദായത്ത് കിട്ടിയില്ല. നബിമാരുടെ, നമ്മുടെ അടിമകളുടെ കൂടെയാണ് അവർ ജീവിക്കുന്നത് എന്ന് വരെ അള്ളാഹു പറഞ്ഞു. ഒപ്പരുണ്ടായിരുന്നു, പക്ഷെ ഹിദായത്ത് കിട്ടിയില്ല. അതുപോലെ തന്നെയാണ് അബൂ താലിബിന്റെ ചരിത്രം. കൂടെ ഉണ്ടായിരുന്നു, കൂടെ നടന്നു. എത്രത്തോളം വലിയ അത്ഭുതമാണ് അബൂ താലിബിന്റെ ചരിത്രം. കൂടെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടായി? പരീക്ഷണങ്ങൾ വരെ സഹിച്ചു. ബഹിഷ്കരിച്ചിട്ട് ഒരു വലിയ താഴ്വരയിൽ കൊണ്ടാക്കിയപ്പോൾ അവിടെയും പോയിട്ട് നിന്നിട്ട് പച്ചില തിന്നിട്ട് മുസ്ലിമീങ്ങളുടെ കൂടെ ഇത് എല്ലാ പ്രയാസങ്ങളും സഹിച്ച ആളാണ്. എന്നിട്ട് സ്വീകരിച്ചില്ല. ആലോചിച്ച് നോക്കണം. സുബ്ഹാനല്ലാഹ്. അതാണ് മുൻഗാമികൾപ്പെട്ട ചിലർ. ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് അദ്ദേഹമാണോ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹിമഹുല്ലാഹ്, ആരാണ് പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല. എന്റെ ഒരു കയ്യിൽ ഹിദായത്ത് ഉണ്ടെങ്കിൽ മറ്റേ കൈ കൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റണമെങ്കിൽ എന്ത് വേണം? അള്ളാഹു സഹായിച്ചാലല്ലാതെ കിട്ടും. ഹിദായത്തിന്റെ പ്രാധാന്യം അതാണ്. അതുകൊണ്ടാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത്, അവർ മുസ്ലിമീങ്ങളായി എന്നതിന്റെ പേരിൽ നബിയെ താങ്കളോട് അവർ വലിയ പൊങ്ങച്ചം കാണിക്കണ്ടോ, അല്ലെങ്കിൽ അവർ വലിയ എന്തോ അള്ളാഹുവിനോട് ചെയ്തതാണ് എന്നവർ പറയുന്നുണ്ടോ? അള്ളാഹു ഹിദായത്ത് നൽകിയത് കൊണ്ടാണ് അവർ ഹിദായത്തിലായത് എന്നവരോട് പറയണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറഞ്ഞതായി കാണാം. ഹിദായത്ത് എന്നത് അമൂല്യമായ നിധിയാണ്. അത് അള്ളാഹുവിനോട് ആവർത്തിച്ച് നമ്മൾ ചോദിക്കുന്നത് അതുകൊണ്ടാണ്. അസ്സിറാത്ത് എന്ന് പറഞ്ഞാൽ വഴി, മാർഗം. അൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ നേരായത്, നേരെ ചൊവ്വയുള്ളത്. അഥവാ ലാ യഅ്വിജാജ ഫി, ഒരു വക്രതയും ഒരു വളവുമില്ലാത്ത വഴി എന്നാണ് അൽ മുസ്തഖീം എന്നതിന്റെ അർത്ഥം. സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ അത് നേരായ മാർഗമാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, ഹുവ ത്വരീഖുൽ വാദിഹു. അസ്സിറാത്തുൽ മുസ്തഖീം എന്നാൽ ഹുവ ത്വരീഖുൽ വാദിഹു, വ്യക്തമായ വഴിയാണ്. അല്ലദീ ലാ യഅ്വിജാജ ഫീഹി, അല്ലദീ ലാ യഅ്വിജാജ ഫീഹി, ഒരു വളവോ വക്രതയോ ഇല്ലാത്ത വഴിയാണ്, നേരായ മാർഗമാണ് അസ്സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ. അപ്പൊ അതിലേക്ക് അല്ലാഹുവേ നീ ഞങ്ങളെ വഴി ചേർക്കണേ എന്നാണ്. കാരണം ഒരുപാട് വഴികൾ ഉണ്ട്. അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് നേരായ വഴിയിലേക്ക്, ഈ സിറാത്തുൽ മുസ്തഖീമിലേക്ക് എത്തിച്ചേരാനാണ് സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത്. അതിൽ ആ ഹുദ വർദ്ധിപ്പിച്ചു തരാൻ അള്ളാഹുവിനോട് നമ്മൾ എപ്പോഴും നിസ്കാരത്തിലും അല്ലാത്തപ്പോഴും ചോദിച്ചുകൊണ്ടേയിരിക്കണം. നോക്കൂ, അസ്സിറാത്ത് എന്നത് വഴിയാണെന്ന് പറഞ്ഞു, പാത എന്ന് പറഞ്ഞു. ദുനിയാവിലെ ഈ സിറാത്തിൽ എത്ര കണ്ട് നമ്മൾ വേഗത്തിൽ ഓടുന്നോ അതിനനുസരിച്ച് പരലോകത്ത് സിറാത്തുണ്ട്. എവിടെയാണ് പരലോകത്തെ സിറാത്ത്? എവിടെയാണ് പരലോകത്തെ സിറാത്ത് വരിക? നരകത്തിന്റെ മുകളിലാണ്. നരകത്തിന്റെ നേരെ മുകളിലാണ് പരലോകത്തെ സിറാത്ത് ഉണ്ടാവുക. ആ സിറാത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വാളിനേക്കാൾ മൂർച്ചയുള്ളതായിരിക്കും, തലമുടിയേക്കാൾ നേർത്തതായിരിക്കും, കൂരാക്കൂരിരുട്ടായിരിക്കും, വഴുവഴുപ്പുള്ളതായിരിക്കും. ഒക്കെ ഹദീസിൽ വന്നതാണ്. ഈ സിറാത്ത് മുറിച്ചു കിടക്കണം, എന്നാലാണ് സ്വർഗത്തിലെത്തുക. സിറാത്ത് പാലന്ന് വെക്കുമ്പോൾ പണ്ടൊക്കെ നമ്മൾ വിചാരിച്ചത് വലിയ 3-6 ട്രാക്കുള്ള വലിയ സിറാത്തായിരിക്കും, കുറെ ആള് നടന്നു പോകാനുള്ളതല്ലേ. അല്ല, ആ സിറാത്ത് എന്നത് അതിന്റെ രൂപം ഇതാണ്. വാളിനേക്കാൾ മൂർച്ചയുള്ളത് പറഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ അവസ്ഥ? തലമുടിയേക്കാൾ നേർത്തത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ അവസ്ഥ? വഴുവഴുപ്പുണ്ടാവും, അല്ലെങ്കിലേ നിൽക്കാൻ പറ്റൂല, അതിലൂടെ വഴുവഴുപ്പുണ്ടാവും, കൂരാക്കൂരിട്ടായിരിക്കും. അവിടെ അള്ളാഹു വെളിച്ചം നൽകിയ മുഅ്മിനീങ്ങൾക്കല്ലാതെ അതിലൂടെ കടന്നു പോകാൻ സാധിക്കുകയില്ല. ഇതിന്റെ അപ്പുറത്ത് ഹദീസിൽ കാണാം, ഇരുവശങ്ങളിലും മുള്ളുകൾ ഉള്ള കൊളുത്തുകൾ പിടിച്ചു വലിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാകും. എന്നിട്ട് പോകുന്ന ആളുകളെ പിടിച്ചു വലിക്കും. അതിൽ വേഗത്തിൽ പോകുന്ന ആളുകളുണ്ട്, നബിമാരെ പോലെ, അള്ളാഹുവിന്റെ അമ്പിയാക്കളെ പോലെ. അവർ മിന്നൽ വേഗതയിൽ പോകും, അവർക്ക് ഈ പറഞ്ഞ ഒന്നും ബാധിക്കുകയില്ല. കാറ്റിന്റെ വേഗതയിൽ പോകുന്ന ആളുകളുണ്ട്,
ഓടിപ്പോകുന്ന ആളുകളുണ്ട്, നടന്നു പോകുന്ന ആളുകളുണ്ട്, എഴഞ്ഞു പോകുന്ന ആളുകളുണ്ട്. ചില ആളുകൾ അതിൽ നിന്ന് താഴേക്ക് പതിക്കും. വേറെ ചില ആളുകൾ അതിൽ വേഗത കുറഞ്ഞുപോയ ആളുകൾ, അവർക്ക് ഈ പറഞ്ഞ ഇരുവശത്തുള്ള മുള്ളുകളുടെ പ്രഹരമേറ്റ് ശരീരത്തിലെ മാംസവും തൊലിയൊക്കെ നഷ്ടപ്പെട്ട് അവരപ്പുറത്തേക്ക് എത്തും. സ്വർഗാവകാശികളായ ആളുകൾ. അപ്പൊ അവരുടെ കർമ്മങ്ങളുടെ കുറവ് കൊണ്ട് അവരിങ്ങനെ തപ്പിത്തടഞ്ഞു പോകും. എന്നാൽ വേറെ ചില ആളുകൾ അതിന്റെ മധ്യത്തിലെത്തുമ്പോൾ തന്നെ താഴേക്ക് പതിക്കും. അള്ളാഹു എന്നെ നിങ്ങളെയും കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഇതാണ് സിറാത്ത്. ഇവിടെ നമ്മൾ എത്ര വേഗത്തിൽ ഓടുന്നുവോ അതിന്റെ ആ വേഗതക്കനുസരിച്ച് പരലോകത്ത് ഓടാൻ സാധിക്കും എന്നുള്ളതാണ് വസ്തുത. ഇതാണ് സഹോദരങ്ങളെ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ ആ ആയത്തിന്റെ ചുരുക്ക അർത്ഥം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. ഈ ചോദിച്ച സിറാത്ത് ഏതാണ്? ആ സിറാത്ത് അള്ളാഹു അനുഗ്രഹം ചൊരിഞ്ഞ ആളുകളുടെ മാർഗമാണ്. ആരാണ് അള്ളാഹുവിന്റെ അനുഗ്രഹം കിട്ടിയ ആളുകൾ? മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. നബിമാരും സിദ്ദീഖുമാരും ശുഹദാക്കളും സാലിഹുകളുമാണവർ. അവരുടെ മാർഗത്തിൽ, അവരുടെ ആ സിറാത്തിൽ അള്ളാഹുവെ നീ ഞങ്ങളെ വഴിചേർക്കണേ എന്നാണ്. ഈ മാർഗത്തിൽ സഹോദരങ്ങളെ നമ്മൾ തനിച്ചല്ല. തൗഹീദിലും സുന്നത്തിലും അതുപോലെ അള്ളാഹുവിന്റെ ദീനിന്റെ ഈ മാർഗത്തിലും നമ്മൾ ഒരിക്കലും ഒറ്റക്കല്ല. ആപേക്ഷികമായി ചിലപ്പോൾ നമ്മൾ ഒരു നാട്ടിൽ ഒറ്റക്കൊക്കെ ആയിരിക്കും, ഒരു പ്രദേശത്ത് നമ്മൾ ഒറ്റക്കായിരിക്കും, ബാക്കി എല്ലാവരും എതിരായിരിക്കും, നമ്മൾ ഉപദ്രവിക്കുന്ന ആളുകളായിരിക്കും, പ്രയാസപ്പെടുത്തുന്ന ആളായിരിക്കും. പക്ഷേ അങ്ങനെയല്ല. ഈ മാർഗത്തിൽ നമുക്ക് മുന്നേ കടന്നുപോയ ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനം ലഭിച്ച ആളുകളാണ്, ഏറ്റവും നല്ല ആളുകളാണ്. അവരുടെ മാർഗത്തിലാക്കണേ എന്നാണ് നമ്മൾ ദുആ ചെയ്യുന്നത്. ആരാണ് അവർ? ലക്ഷക്കണക്കിന് വരുന്ന, അല്ലെങ്കിൽ 1.25 ലക്ഷത്തോളം വരുന്ന നബിമാർ. അവർ ഈ മാർഗത്തിൽ നമ്മളെക്കാൾ മുൻപ് നടന്നുപോയവരാണ്. അതുപോലെ സിദ്ദീഖുമാർ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകൾ, ശുഹദാക്കൾ, ദീനിനു വേണ്ടി പടപൊരുതി സ്വന്തം ശരീരം ത്യജിച്ച ആളുകൾ, സാലിഹീങ്ങൾ, ഔലിയാക്കന്മാർ, നല്ല നല്ല ആളുകൾ. അവർ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിനാണ്, ചില്ലറയല്ല. അവരെല്ലാവരും ഈ പാതയിൽ നമുക്ക് മുന്നേ സഞ്ചരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത്, നീ ഒന്ന് കണ്ണടച്ചു പിടിച്ചേക്കുക. കുറച്ചു നാളെ ഈ ദുനിയാവിലെ ജീവിതമുള്ളൂ. ഈ കണ്ണടച്ചു പിടിച്ച് കണ്ണ് തുറക്കുമ്പോൾ നിനക്ക് കാണാൻ സാധിക്കുക നിനക്ക് മുന്നേ കഴിഞ്ഞുപോയ ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ആളുകളെയാണ്. അതുകൊണ്ട് ആ മാർഗത്തിലേക്ക് എത്തിക്കണേ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അതാണ് സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. ഇതിന സിറാത്തൽ മുസ്തഖീം എന്ന ആ ചോദ്യത്തിന്റെ ബാക്കിയാണിത്. അഥവാ ഏത് സിറാത്താണ് നമ്മൾ ചോദിക്കുന്നത്? ആ സിറാത്ത് എന്നത് ഇതാണ്. നബിമാരുടെ, സിദ്ദീഖുമാരുടെ, ശുഹദാക്കളുടെ, സാലിഹീങ്ങളുടെ സിറാത്ത്. അവർ നടന്നുപോയ വഴി, അവർ നടന്നുപോയ യഥാർത്ഥ പാത. എന്തുകൊണ്ടാണ് അവർ ആ രൂപത്തിൽ എത്തിയത്? വമൻ യുതിഇല്ലാഹ വർ-റസൂൽ. അവർ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ചവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിച്ചവർ, അതുപോലെ റസൂലുമാരെ അനുസരിച്ചവർ, അങ്ങനെയുള്ള ആളുകളാണ് അവർ. അതുകൊണ്ടാണ് അവർക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹം വന്നു കിട്ടിയത്. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. അൽ മഗ്ദൂബ് എന്ന് പറഞ്ഞാൽ കോപിക്കപ്പെട്ടവർ എന്നാണ്. ഗൈറിൽ മഗ്ദൂബി അലൈഹിം, ഏതൊരു കൂട്ടരുടെ മേലാണോ കോപം വന്നിറങ്ങിയത് അവരുടെ കൂട്ടത്തിലല്ല. അഥവാ ഹുമുൽ യഹൂദ്, യഹൂദികളാണവർ, അവരെ പോലെയുള്ള ആളുകൾ. വലദ്ദാലിൻ, വഴിപിഴച്ചു പോയ ആളുകളുടെ കൂട്ടത്തിലും അള്ളാഹുവേ നീ ഞങ്ങളെ വഴിചേർക്കല്ലേ. അവർ ഹുമുൻ നസാറ, നസാറാക്കളാണ്, അവരെ പോലെയുള്ള ആളുകളാണ്. അപ്പൊ അവരുടെ മാർഗത്തിൽ അള്ളാഹുവെ നീ ഞങ്ങളെ വഴിചേർക്കല്ലേ. എന്തുകൊണ്ടാണ് യഹൂദികളും നസാറാക്കളും ഈ രൂപത്തിൽ അള്ളാഹുവിന്റെ കോപത്തിന് ഇരയായത്? യഹൂദികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, തൗറാത്ത് ഇറക്കിയിട്ടുണ്ട്, റസൂല് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവർ സ്വീകരിച്ചില്ല. നസാറാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു അറിവുമില്ലാതെ അവർ ധാരാളമായി പ്രവർത്തിക്കും. ഇതാണ് ഇവരുടെ പ്രശ്നം മൊത്തത്തിലെടുത്താൽ. എന്നാൽ അതിനുശേഷം നമുക്ക് കാണാം യഹൂദികളെ സംബന്ധിച്ചിടത്തോളം അവർ നബിമാരെ കൊന്നവരാണ്, കൊന്നൊടുക്കിയവരാണ്, ക്രൂരന്മാരാണ്, ചതിയുടെയും വഞ്ചനയുടെയും ആളുകളാണ്, അള്ളാഹുവിനെ എല്ലാ അർത്ഥത്തിലും നിന്ദിച്ചവരാണവർ. അങ്ങനെ ധാരാളം
അപരാധങ്ങൾ ചെയ്ത ആളുകളാണ്. അതുകൊണ്ടാണ് അവരുടെ മേൽ അള്ളാഹുവിന്റെ കോപം വന്നിറങ്ങിയത്. അവർ കോപിക്കപ്പെട്ട സമൂഹമായി മാറിയത്. നസാറാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ വലദ്ദാലീൻ, അവർ വലാലത്തിന്റെ ആളുകളാണെന്ന് പറയാനുള്ള കാരണം അവർ എപ്പോഴും അറിവില്ലാതെ പ്രവർത്തിക്കുന്നവരാണ്. യാതൊരു അറിവുമില്ലാതെ അവർ പ്രവർത്തിക്കും. അതുകൊണ്ടാണ് അള്ളാഹുവിലേക്ക് ക്ഷണിക്കാനാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നത്. പക്ഷേ അവരെന്ത് ചെയ്തു? ഈസാ നബി അള്ളാഹുവിന്റെ പുത്രനാക്കി. മൂന്നിലൊരാളാണെന്ന് പറഞ്ഞു. അല്ല, ഈസ തന്നെയാണ് അള്ളാഹു എന്ന് പറഞ്ഞു, യാതൊരു വിവരവുമില്ലാതെ. അതുപോലെ അവർ ദീനിൽ പലതും ഇല്ലാത്തത് പലതും കടത്തിക്കൂട്ടി. അവർ വിവാഹം ചെയ്യാത്ത ഒരു അവസ്ഥ, ബ്രഹ്മചര്യം ദീനിലേക്ക് കടത്തിക്കൂട്ടി. അങ്ങനെ പല രൂപത്തിൽ ഈ ദീനിനെ വികൃതമാക്കിയ, വക്രീകരിച്ച ആളുകളാണവർ. അതുകൊണ്ട് അവരുടെ കൂട്ടത്തിൽ അള്ളാഹുവെ നീ ഞങ്ങൾ ഉൾപ്പെടുത്തല്ലേ എന്നാണ് സഹോദരങ്ങളെ നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്തത്. ഈ സൂറത്ത് അതിൽ അവസാനത്തെ ആയത്താണത്. ഈ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്ത് കഴിഞ്ഞാൽ ആമീൻ എന്ന് പറയൽ പുണ്യകരമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറയാറുണ്ടായിരുന്നു. അതിന്റെ അർത്ഥം, ആമീൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അല്ലാഹുമ്മ സ്തജിബ് എന്നാണ്. അഥവാ അള്ളാഹുവെ നീ ഉത്തരം നൽകണേ എന്നാണ് അതിന്റെ അർത്ഥം. ഈ സൂറത്തുൽ ഫാത്തിഹ അതിന്റെ വിശദീകരണം പറഞ്ഞു തുടങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, അള്ളാഹു ഇത് രണ്ടായി വീതിച്ചിട്ടുണ്ട്. ആദ്യ ഭാഗം അള്ളാഹുവിന്, പിന്നെ അവന്റെ അടിമക്ക്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇത് അള്ളാഹുവിനെ കുറിച്ചാണ്, ഇത് അള്ളാഹുവിനുള്ളതാണ്. നമ്മൾ അള്ളാഹുവിനെ വിശേഷിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നത് അള്ളാഹുമായി നമ്മൾ ഏർപ്പെട്ട കരാറ് എടുത്തു പറയുകയാണ് ചെയ്തിട്ടുള്ളത്. അത് അള്ളാഹുവിനോടുള്ള നമ്മുടെ ബാധ്യതയാണ്. പിന്നെ ഉള്ളത് അത് നമുക്കുള്ളതാണ്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. അത് അള്ളാഹുവിനോട് നമുക്ക് വേണ്ടി നമ്മൾ ചോദിക്കുന്ന ആദ്യ ഭാഗം അള്ളാഹുവിനും, രണ്ടാമത്തത് അവന്റെ അടിമക്കുമായി അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നു. എന്നിട്ട് അള്ളാഹു പറഞ്ഞെന്താണ്? വലിഅബ്ദി മാ സഅല, എന്റെ അടിമ ചോദിച്ചത് അവനുണ്ടാകും. ഈ ചോദിച്ചത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ അത് അള്ളാഹു നമുക്ക് നൽകിയിരിക്കും. അതുപോലെ സഹോദരങ്ങളെ, അവിടെ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതുവരെ നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു, അവൻ സർവസ്തുതിക്ക് അർഹതയുള്ളവനാണ്, അവൻ റഹ്മാനാണ്, റഹീമാണ്, അവൻ പ്രതിഫല ദിനത്തിന്റെ ഉടമസ്ഥനാണ്. പിന്നെ നമ്മൾ എന്താണ് പറയുന്നത്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ അർത്ഥം എന്താ? അള്ളാഹുവെ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായിക്കുന്നു. അതുവരെ ഗായിബായ, അടുത്തില്ലാത്ത ഒരാളോടാണ് നമ്മൾ സംസാരിച്ചത്. ഈ ആയത്തിലെത്തിയപ്പോ എന്തായി? ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, അതുവരെ അവൻ എന്ന് പറഞ്ഞ ഒരു അടിമ അള്ളാഹുവുമായുള്ള കരാറ് പറയുമ്പോൾ പറഞ്ഞെന്താണ്? അള്ളാഹുവെ നീ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ മുന്നിൽ അവനോട് നേരിട്ട് സംസാരിക്കുന്നത് പോലെ. അതുവരെ അവൻ എന്നാണ് പറഞ്ഞത്. അവനെ ഞങ്ങൾ ആരാധിക്കുന്നു, അവനോട് ഞങ്ങൾ സഹായം തേടുന്നു എന്ന് പറഞ്ഞാലും മതിയാവും. പക്ഷേ അള്ളാഹു അങ്ങനെയല്ല പറഞ്ഞത്. പിന്നെയോ, ഒരടിമ അള്ളാഹുവെ നീ എന്ന് വിളിച്ചിട്ടാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നേർക്ക് നേരെ റബ്ബിനോട് പറയണം, അള്ളാഹ് നിന്നെ അല്ലാതെ ഞങ്ങൾ ആരാധിക്കുകയില്ല. ഒരു മധ്യവർത്തിയുമില്ലാതെ, ഒരാളും ഇടയിലില്ലാതെ നേർക്ക് നേരെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അള്ളാഹുവെ നിന്നെ എന്ന് പറയുന്നത്. അതുവരെ അകലെ ഉണ്ടായിരുന്ന റബ്ബ് നമ്മുടെ മുന്നിൽ എത്തിയതുപോലെയാണ്. നീ എന്ന് നമ്മൾ പറയപ്പോ നേർക്ക് നേരെ ഒരു ബന്ധം ഉണ്ടാകുമ്പോഴേ പറയുള്ളൂ. എനിക്ക് നേർക്ക് നേരെ കാണണം, അല്ലെങ്കിൽ ഫോണിലായിരിക്കണം, അങ്ങനെ ഒരു ബന്ധം ഉണ്ടാവണം. അള്ളാഹുമായ ഒരു അടിമ ഏറ്റവും ബന്ധം പുതുക്കുന്ന, സ്ഥാപിക്കുന്ന ഒരവസ്ഥയാണ് തൗഹീദ്. അള്ളാഹുവിനെ ഏകനാക്കി അവനെ മാത്രം ആരാധിക്കുന്നു എന്ന ഉബൂദിയത്ത് ഉൾക്കൊള്ളുമ്പോഴാണ് ഒരടിമ തന്റെ റബ്ബുമായി ഏറ്റവും നന്നായി അടുക്കുന്നത്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈന്റെ പ്രത്യേകതയാണ്, ആയത്തിന്റെ പ്രത്യേകതയാണ്. സഹോദരങ്ങളെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നമുക്ക് വേഗത്തിൽ പറഞ്ഞു പോകാം. സൂറത്തുൽ ഫാത്തിഹയിൽ അടങ്ങിയിട്ടുള്ള ചില കാര്യങ്ങൾ. അതിലൊന്നാമത്തത് അൽ ഇസ്തിശ്ഫാഉ ബിൽ ഫാത്തിഹ. നമ്മൾ പറഞ്ഞു സൂറത്തുൽ ഫാത്തിഹക്ക് അൽ കാഫിയത്തു ഷാഫിയ എന്ന പേരുണ്ട്. എന്താണ് അതിന്റെ അർത്ഥം? മതിയായതാണ്, അതുപോലെ രോഗശമനമാണ്. സൂറത്തുൽ ഫാത്തിഹ എന്നത്
ശരീരങ്ങളുടെ അല്ലെങ്കിൽ ശരീരത്തിന്റെ രോഗത്തിനും മനസ്സിന്റെ രോഗത്തിനും ശിഫ ആണ്. ശരീരത്തിന്റെ രോഗത്തിന് ശിഫ ആണ് എന്ന് പറയാനുള്ള കാരണം മുന്നേ കഴിഞ്ഞ ക്ലാസ്സിൽ ആ സംഭവം പറഞ്ഞിരുന്നു. സഹാബത്ത് ഒരു നാട്ടിലെത്തിയപ്പോൾ അവിടുത്തെ നേതാവിന് വിഷബാധയേറ്റപ്പോൾ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു മന്ത്രിച്ചു കൊടുത്തു. അപ്പോ അയാൾക്ക് ശിഫയായി. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം അൽ ജവാബുൽ കാഫി എന്ന അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ കിതാബിൽ പറഞ്ഞതായി കാണാം, മകസ്തു ബിമക്കത മുദ്ദതൻ തഅതരീനി അദ്വാ വലാ അജിദു തബീബൻ. മക്കയിൽ കുറച്ച് നാൾ ഞാൻ താമസിക്കുകയുണ്ടായി. അപ്പോൾ എനിക്ക് ചില രോഗങ്ങൾ പിടിപെട്ടു, ശാരീരികമായ പ്രയാസങ്ങൾ. എനിക്കൊരു വൈദ്യനെയും ഡോക്ടറെയും എനിക്ക് കാണാൻ സാധിച്ചില്ല, ഒരാളെയും കിട്ടിയില്ല. ഫകുൻതു ഉആലിജു നഫ്സി ബിൽ ഫാത്തിഹ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് ചികിത്സിക്കാൻ തുടങ്ങി. അഥവാ സൂറത്തുൽ ഫാത്തിഹ ഊതി റുഖിയ ചെയ്തു, മന്ത്രിച്ചു. അത് ഊതി, കൈകളിൽ ഊതി തടവി, ആ രൂപത്തിൽ റുഖിയ ചെയ്തപ്പോൾ ഫഅറാ ലഹാ തഅസീറൻ അജീബൻ, അത്ഭുതകരമായ അനന്തരഫലമാണ് എനിക്ക് കാണാൻ സാധിച്ചത്. ശരീരത്തിന്റെ രോഗത്തിന് ഇത് മതിയായതാണ്. എന്നിട്ട് അദ്ദേഹം പറയാൻ, ഫകുൻതു അസിഫു ദാലിക ലിമൻ യസ്തകി അലമൻ വകാന കസീറൻ മിൻഹും യബ്റഉ സരീഅ. പിന്നീട് ആരെങ്കിലും വല്ല വേദനയോ പ്രയാസമോ എന്നോട് വന്ന് പറഞ്ഞാൽ ഞാനിത് അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു. അവരിൽ എല്ലാവരും, ബഹുഭൂരിപക്ഷം ആളുകൾ വേഗത്തിൽ അവർക്ക് ശിഫ കിട്ടി എന്ന് പറഞ്ഞതായി കാണാം. അത്ഭുതകരമായ രോഗശമനം ഈ സൂറത്തിൽ നമുക്കുണ്ട്, ശരീരത്തിലുള്ള രോഗത്തിൽ. ഇനി ഖുലൂബുകൾക്ക്, ഹൃദയങ്ങൾക്ക് രോഗമുണ്ടാകും. രണ്ട് രോഗങ്ങളാണ് ഉണ്ടാവുക. ഒന്ന് ശുഭത്തിന്റെ രോഗം, ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവും. ഒരുപാട് ദീനിയായ പ്രശ്നങ്ങൾ, ദീനിയായ വിഷയത്തിലുള്ള അവ്യക്തതകൾ, ആശയക്കുഴപ്പങ്ങൾ. അതുപോലെ തന്നെ ദേഹേച്ഛകൾ, ശഹ്വത്തിന്റെ രോഗമുണ്ടാകും, അഥവാ തിന്മകളോടുള്ള ആസക്തി. അതിന് ഈ പറഞ്ഞ സൂറത്തിൽ മരുന്നുണ്ട്. കാരണം ഈ രണ്ട് പ്രശ്നങ്ങളും ഉള്ളവരാണ് ആര്? അവസാനം നമ്മൾ എടുത്തു പറഞ്ഞ, അള്ളാഹു പറഞ്ഞ ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ, യഹൂദ നസാറാക്കൾ. അവർ തിന്മകളുടെ ആളുകളാണ്. അതുപോലെ ഈ പറഞ്ഞ ദീനിൽ ആശയക്കുഴപ്പങ്ങളുള്ള ആളുകളാണ്. രണ്ടു കൂട്ടരും അവരുടെ വഴിയിലാക്കല്ലേ എന്നാണ് നമ്മൾ പറഞ്ഞത്. അത് പാരായണം ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കൽബും നന്നാവാൻ അത് മതിയായതാണ്. പിന്നെ ഈ പറഞ്ഞ ശുഭത്തിന്റെ പിന്നാലെ പോകാൻ പറ്റുമോ? പോവോ? ഇല്ല, പോകാനായിട്ട് സാധിക്കുകയില്ല. അതുപോലെ ശഹവത്തിന്റെ പിന്നാലെ പോവാൻ സാധിക്കുകയില്ല. കുറച്ച് അയാൾ സിറാത്തുൽ മുസ്തഖീം, നേരായ പാതയിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കും അയാൾക്ക്. ഖൽബ് നന്നാവും ആണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, സൂറത്തുൽ ഫാത്തിഹയിൽ തൗഹീദും അതിന്റെ ഇനങ്ങളുമുണ്ട്. അഥവാ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അവനെ ഏകനാക്കണം എന്നതാണ് തൗഹീദിന്റെ അർത്ഥം. അത് ഈ സൂറത്തിലുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോകങ്ങളുടെയും റബ്ബാണ് അള്ളാഹു. അത് തൗഹീദാണ്. വേറൊരു റബ്ബുമില്ല എന്നാണ് അതിന്റെ അർത്ഥം. അതുപോലെ തന്നെ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, തൗഹീദാണ് അറിയിക്കുന്നത്. അള്ളാഹുവിന്റെ ഏകത്വമാണ് അറിയിക്കുന്നത്. ഇയ്യാക നഅ്ബുദു എന്ന് പറഞ്ഞാൽ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. വഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവെ നിന്നോട് മാത്രം ഞങ്ങൾ സഹായാർത്ഥന നടത്തുന്നു. മൂന്നാമത്തെ കാര്യം സഹോദരങ്ങളെ, അൽ ഇഖ്ലാസു വൽ മുതാബഅ. ഇഖ്ലാസും മുതാബഅത്തും ഈ സൂറത്തിലുണ്ട്. എന്താണ് ഇത് രണ്ടും? നമ്മുടെ ഏത് അമലും അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ വേണം. ഒന്ന്, അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം, അതാണ് ഇഖ്ലാസ്. രണ്ടാമത്തത് മുതാബഅത്ത് ഉണ്ടായിരിക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണം. അതല്ലാത്തൊരു അമൽ നമുക്ക് ചെയ്യാൻ പാടില്ല. അത് രണ്ടും സൂറത്തുൽ ഫാത്തിഹയിലുണ്ട്. എവിടെയാണത്? അൽ ഇഖ്ലാസ് ഉള്ളത് ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന ആയത്തിലാണ്. അൽ മുതാബഅ എവിടെയാണുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നെവിടെയാണുള്ളത്? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. ഇഖ്ലാസും മുതാബഅത്തും അത് ഈ സൂറത്തിലുണ്ട്. നാലാമത്തത് സിറാത്തുൽ മുസ്തഖീമിനെ കുറിച്ചാണ്. സിറാത്തുൽ മുസ്തഖീം എന്നത് അള്ളാഹു ഒരാൾക്ക് നൽകുന്ന അനുഗ്രഹമാണ് എന്നത് ഈ സൂറത്തിൽ നമ്മൾ മനസ്സിലാക്കി. അതുപോലെ എന്താണ് സിറാത്ത് നമ്മൾ മനസ്സിലാക്കി. എന്താണ് സിറാത്ത്? നേരായ വഴി. അതുപോലെ തന്നെ ഈ സിറാത്തിൽ നിന്ന് നമ്മൾ തെറ്റിച്ചു കളയുന്ന കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണത്? നേരത്തെ പറഞ്ഞ യഹൂദ നസാറാക്കളുടെ മാർഗങ്ങൾ, അഥവാ ശിർക്കും ബിദ്അത്തും മഅസിയത്തും, ഇതൊക്കെ യഥാർത്ഥ പാതയിൽ നിന്ന്
നമ്മളെ തെറ്റിച്ചു കളയും. അതുപോലെ തന്നെ ആരാണ് സിറാത്തുൽ മുസ്തഖീമിൽപ്പെട്ട ആളുകൾ? ആരൊക്കെയാണ് അവർ? നമുക്ക് മുന്നേ ഈ വഴിയിൽ കടന്നുപോയ ആളുകൾ ആരൊക്കെയാണ്? നബിമാരും സിദ്ദീഖുമാരും ശുഹദാക്കളും ഒക്കെയാണ്. അത് ഈ പറഞ്ഞ സൂറത്തിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ സഹോദരങ്ങളെ, ഈ സൂറത്തിൽ അടങ്ങിയിട്ടുള്ള മറ്റൊരു കാര്യമാണ് സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് പുറത്തു പോവാതിരിക്കാൻ അഹോരാത്രം നമ്മൾ പരിശ്രമിക്കണം. എവിടെയാണ് അതിന് തെളിവുള്ളത്? അള്ളാഹു ആവർത്തിച്ച് നമ്മളെ കൊണ്ട് ഇത് ദുആ ചെയ്യിപ്പിക്കുന്നു. എന്താണ് അതിന്റെ അർത്ഥം? അള്ളാഹുവെ പഠിപ്പിച്ചു തരണേ, അള്ളാഹുവെ തൗഫീഖ് തരണേ, അള്ളാഹുവെ ഉറപ്പിച്ചു തരണേ. അത് ഇതിൽ നിന്നൊരിക്കലും പുറത്തു പോവാതിരിക്കാൻ നമ്മൾ പരിശ്രമിക്കണം എന്നത് അറിയിക്കുന്നു. ഒരുപാട് വിശദീകരണങ്ങളുള്ള ഭാഗമാണത്. അത് ചുരുക്കി പറഞ്ഞു പോയി എന്ന് മാത്രം. അതുപോലെ സഹോദരങ്ങളെ, ഈ സൂറത്തിലുള്ള കാര്യമാണ് യൗമുൽ ആഖിറിലുള്ള ഉറച്ച വിശ്വാസം. എവിടെയാണത്? മാലികി യൗമിദ്ദീൻ. അത് ഒരാൾ മനസ്സിലാക്കിയാൽ അന്ത്യനാളിനെ കുറിച്ചുള്ള ഉറച്ച വിശ്വാസം കൽബിലുണ്ടാകും. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല അവനാണ് അൽ മാലിക് അൽ മലിക് അൽ മലീക്. അവനല്ലാത്ത ഒരു അധികാരിയും അതുപോലെ ആധിപത്യമുള്ളവനും ഇല്ല. അള്ളാഹു എല്ലാവരെയും മരിപ്പിക്കും, പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കും, വിചാരണ ചെയ്യും, പ്രതിഫലം നൽകും. അതിന് കഴിവുള്ളവനാണ് അള്ളാഹു. അതുകൊണ്ട് അന്ത്യനാളിനെ കുറിച്ചുള്ള ഉറച്ച വിശ്വാസം ഈ പറഞ്ഞ സൂറത്തിൽ നമുക്ക് കാണാം. അതുപോലെ തന്നെ സഹോദരങ്ങളെ, സൂറത്തുൽ ഫാത്തിഹയിലുള്ള മറ്റൊരു കാര്യമാണ് അള്ളാഹുവിന്റെ ഖദറിലുള്ള ഈമാൻ അതിലുണ്ട്. അള്ളാഹുവിന്റെ ഖദർ എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ ഖുദ്റത്ത്, അഥവാ അള്ളാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അതിൽപ്പെട്ടതാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നോ അതൊക്കെ അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ്. അള്ളാഹുവിന്റെ ഖദറാകട്ടെ ആത്യന്തികമായി ഖൈറ് മാത്രമേ അതിലുള്ളൂ. അർ റഹ്മാൻ റഹീം എന്ന ആയത്ത് അതറിയിക്കുന്നു. അപ്പോ ഈമാനു ബിൽ ഖദർ അത് ഈ സൂറത്തിലുണ്ട്. അതുപോലെ സഹോദരങ്ങളെ, ഈ സൂറത്തിലുള്ള മറ്റൊരു കാര്യമാണ് ദുആഇന്റെ മര്യാദകൾ പഠിപ്പിക്കുന്നത്. എവിടെയാണ് ദുആഇന്റെ മര്യാദകൾ പഠിപ്പിക്കുന്നത്? സൂറത്തുൽ ഫാത്തിഹ തുടക്കത്തിൽ അള്ളാഹുവിനെ നമ്മൾ പുകഴ്ത്തി വരിക. അള്ളാഹു സർവ്വലോകങ്ങളുടെയും റബ്ബാണ്, അള്ളാഹു റഹ്മാനാണ്, റഹീമാണ്, അള്ളാഹു മാലിക് യൗമിദ്ദീനാണ്, അള്ളാഹു നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ. നമ്മുടെ പ്രവർത്തനം, നമ്മുടെ കർമ്മങ്ങളൊക്കെ അവിടെ മുൻനിർത്തി എന്നിട്ട് ചോദിക്കണം, അള്ളാഹുവെ സിറാത്തുൽ മുസ്തഖീം നീ ഞങ്ങൾക്ക് നൽകണം. ഇങ്ങനെ നമ്മൾ ദുആ ചെയ്യേണ്ടത് വിശദമായ വിഷയമാണത്. നമ്മൾ ദുആ ചെയ്യുമ്പോൾ നേർക്കുനേരെ ചോദിക്കുന്നതിനേക്കാൾ എന്ന് പറഞ്ഞാൽ നേരെ അള്ളാഹ് എനിക്ക് ഇങ്ങനെ ഒരു കാര്യം വേണം എന്ന് പറയുന്നതിനേക്കാൾ ഉത്തമം എന്താണ്? അങ്ങനെ ഒരാൾ പറഞ്ഞ ഉത്തരം കിട്ടൂല എന്നല്ല, പക്ഷെ ഒരു മര്യാദ എന്താണ്? അള്ളാഹുവിനെ പുകഴ്ത്തിയും പ്രശംസിച്ചും നമ്മുടെ കാര്യങ്ങൾ ചോദിക്കാന്നുള്ള അത് സൂറത്തുൽ ഫാത്തിഹയിലുണ്ട്. അതുപോലെ അവസാനമായി സഹോദരങ്ങളെ, ഇബാദത്തിന് 3 അടിത്തറകളുണ്ട്. നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടായിരിക്കേണ്ട 3 സുപ്രധാനമായ അടിത്തറ. അത് 1 അൽ ഹുബ്, 2 അൽ ഖൗഫ്, 3 അർ റജ. അഥവാ സ്നേഹവും ഭയവും പ്രതീക്ഷയും നമ്മുടെ മനസ്സിലുണ്ടാവണം നമ്മുടെ ഏത് ഇബാദത്തിലും. എവിടെയാണ് ഈ 3നും തെളിവുള്ളത്? അൽ ഹുബ് എന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ആയത്തിലാണ്. അഥവാ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ തിരിച്ചറിഞ്ഞ് അവനോട് ശുക്ർ ചെയ്യുക നമ്മൾ. അത് മനസ്സിൽ സ്നേഹം ഉണ്ടായാലില്ല നമുക്കത് പറയാൻ പറ്റില്ല. അള്ളാഹുവിനോട് മുഅ്മിനീങ്ങൾക്ക് ഏറ്റവും കടുത്ത സ്നേഹമായിരിക്കും. അൽ ഖൗഫ്, അർ റജ, ഇത് രണ്ടും ഒരു പക്ഷിയുടെ 2 ചിറകുകൾ പോലെയാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ. അർ റജ പ്രതീക്ഷ എവിടെയാണുള്ളത്? അർ റഹ്മാനിർ റഹീം, അള്ളാഹുവിൽ നിന്നാണ് നമ്മൾ പ്രതീക്ഷ നമുക്കുള്ളത്. ഏത് കാര്യത്തിലും പ്രതീക്ഷ റബ്ബിലാണ്. അവർ റഹ്മാനാണ്, റഹീമാണ്. ഒരിക്കലും നമ്മൾ കൈയൊഴിയുകയില്ല. അൽ ഖൗഫ് എവിടെയാണുള്ളത്? ഭയം, മാലിക് യൗമിദ്ദീൻ, അത് പേടിപ്പെടുത്തലാണ്. പരലോകം പറഞ്ഞു പേടിപ്പിക്കുകയാണ് റബ്ബ്, അഥവാ നമ്മൾ നന്നാവാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ 3 കാര്യങ്ങൾ സൂറത്തുൽ ഫാത്തിഹയിൽ നമുക്ക് കാണാം. 9ഓളം കാര്യങ്ങൾ നമ്മൾ വേഗത്തിൽ പറഞ്ഞു പോയിട്ടുണ്ട്. ഉൾക്കൊള്ളുന്ന ഒരു കിതാബാണ് ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാഹ് അദ്ദേഹത്തിന്റെ കിതാബാണ്. അത് പോയിന്റായിട്ട് പറഞ്ഞു പോയി എന്ന് മാത്രം. ഇൻഷാ അല്ലാഹ് നമ്മൾ വിശദമായിട്ട് ഇതൊക്കെ പിന്നീട് വായിക്കാം. അള്ളാഹു സഹായിക്കുമാറാവട്ടെ. ഇതാണ് സഹോദരങ്ങളെ സൂറത്തുൽ ഫാത്തിഹയിലെ മാർഗദർശനങ്ങൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല മരണം വരെ കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനും നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ കർമ്മങ്ങൾ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല മുസ്ലിമായി മുഅ്മിനായി ജീവിക്കാനും അതിലായി മരിക്കാനും
നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا يا غافر المذنبين. والله تعالى أعلى وأعلم. وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين. والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته.